ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മല്ലു ടോക്സ് ആസ്നൽ. നമുക്ക് ഇന്നൊരു വീക്കെൻഡ് ഗെയിമിന്റെ ഒരു പ്രീ മാച്ച് ഡിസ്കഷന് വേണ്ടിയാണ് ഇത്. നമ്മൾ ആസ്നലിന്റെ മാത്രം ഡിസ്കഷൻ അല്ല, ആസ്നലിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ഡിസ്കഷൻ കൊണ്ട് ആയിരിക്കും. കാരണം ദർ ഇസ് എ ബിഗ് ഗെയിം കമ്മിങ് അപ്പ്, വിച്ച് ഇസ് ലിവർപൂൾ വെസസ് സിറ്റി, ആൻഡ് ദെൻ അതിന് മുന്നേ ആർസണൽ വെസ്റ്റ് ഹാമും കൂടെ ഉണ്ട്. സോ ടൈറ്റിൽ റേസിന്റെ ഒരു ഭാഗത്ത് വൺ ഓഫ് ദ ഒരു ഡിസൈഡർ ഗെയിംസ് പോലെ, അല്ലെങ്കിൽ ഒരു ഒരു ടൈറ്റിൽ ഡിസിഷനിൽ കുറച്ച് പാർട്ട് വരുന്ന ഒരു ഗെയിം ആയതുകൊണ്ട് ലെറ്റ്സ് ഡിസ്കസ് ഓൺ ദാറ്റ്. അതിനുവേണ്ടി ഞങ്ങളോട് ഇന്ന് അഭിഷേകും ഉണ്ട്, ശിവാങ്ങും ഉണ്ട്. അഭിഷേക് ഫ്രം വാർ റൂം ആൻഡ് ശിവാങ് ആസ് യൂഷ്വൽ ലിവർപൂൾ ഫാൻ. സോ ഹായ് ഗൈസ്, എന്താണ് അഭിഷേക് ബ്രോയ്ക്ക് എന്തായാലും UCL പോയതിന്റെ ഒരു വിഷമമുണ്ട്. അല്ലാണ്ട് ശിവാങ് എന്താണ്, നിങ്ങക്ക് ബെൻഫിക്ക അല്ലേ കിട്ടിയേക്കുന്നത്? അല്ലല്ല PSG PSG ഞങ്ങൾക്ക് PSV. അപ്പം UCL നമുക്കൊരു ഡിസ്കഷൻ നടത്താം. സോ ലെറ്റ്സ് കം ടു പ്രീമിയർ ലീഗ്. എന്താണ് അഭിഷേക് ബ്രോ, വീക്കെൻഡ് സിറ്റി വേഴ്സസ് ലിവർപൂൾ, നിങ്ങളുടെ ഹോം ഗെയിം, ഒരു 2 പോയിന്റ് കുറച്ച് നമുക്കും കൂടെ ഡിസ്റ്റൻസ് കുറയ്ക്കാൻ സഹായിക്കുമോ? കുറച്ച് കൊല്ലങ്ങളായി ലിവർപൂൾ ആയിട്ടുള്ള ഗെയിം ടെൻഷൻ ഇല്ലാണ്ട് കാണാൻ, പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോ അറിയില്ല, ഈ കറന്റ് ഫോം വെച്ച് നോക്കുകയാണെങ്കിൽ ലിവർപൂൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ അതിനെക്കാട്ടിലും ഡബിൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. സോ ഞാൻ നോക്കി കണ്ടിട്ട് എറ്റിഹാഡിൽ ഇവർക്ക് ജയിക്കല് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇടയ്ക്ക് കുറച്ച് കാലമായിട്ട് എറ്റിഹാഡിൽ വന്നിട്ട് കുറച്ച് ബുദ്ധിമുട്ടായതുണ്ട്. അതിൻ്റെതായിട്ടുള്ളത്, പക്ഷെ ആ ഒരു എനർജി യൂസ് ചെയ്തിട്ട് കളിക്കാനുള്ള ഒരു മെന്റൽ സ്ട്രെങ്ത് ഒന്നും സിറ്റി പ്ലേയേഴ്സിന് ഇപ്പൊ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, 1-2 പ്ലേയേഴ്സ് ഒഴികെ. പിന്നെ അല്ല, മെയിൻ ഇവിടെ എനിക്ക് ചോദ്യം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിവർപൂളും സിറ്റിയും നോക്കുമ്പോൾ, ലിവർപൂൾ നോക്കി ഇറ്റ് ഇസ് ഒരു ടൈറ്റിൽ റേസിൽ ഇപ്പം ആർസണൽ പുറകിലുണ്ട് എന്ന് പറയുന്നത്, പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യാൻ പാടില്ല എന്ന്, ഓക്കെ ഫൈൻ. ബട്ട് സിറ്റിക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് ഈ ഒരു ഗെയിം ഇമ്പോർട്ടൻ്റ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടോപ്പ് 4 റേസിലൊരു ഡിസിഷൻ ആവാൻ ചാൻസ് ഉണ്ട് ഈ ഗെയിം. അപ്പൊ അതാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ആസ്റ്റൺ വില്ല ഇപ്പം ഡ്രോ പിടിച്ചു. ആസ്റ്റൺ വില്ല ഫുൾ സ്ട്രൈക്കേഴ്സിനെയൊക്കെ സൈൻ ചെയ്ത് ഒരു സ്ട്രോങ് ആയി. ന്യൂ കാസിൽ കുഴപ്പമില്ലാണ്ട് കളിക്കുന്നു. നോട്ടിംഗം ഫോറസ്റ്റ് കളിക്കുന്നു മര്യാദയ്ക്ക്. ബോൺമോത്ത് ഇതുണ്ട്. അപ്പം ചെൽസി ആണെങ്കിലും ഇപ്പൊ ഡ്രോപ്പ് ആണെങ്കിലും അവർക്കും കയറി വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇത്രയും ടീംസ് ഒരു ടോപ്പ് 4 ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഈ ഒരു ക്രൂഷ്യൽ അല്ലേ സിറ്റിക്ക്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ? ക്രൂഷ്യലാണ്. ഞാൻ സിറ്റിക്ക് ഉണ്ടായിരുന്ന ആ ഒരു ബിഗ് റണ്ണിൽ, ലൈക്ക് ഡിഫിക്കൽട്ട് റണ്ണിൽ ഇപ്പൊ സെക്കൻഡ് ലാസ്റ്റ് ഫിക്സ്ചർ ആണ് ലിവർപൂൾ. അത് കഴിഞ്ഞ് സ്പേഴ്സ് ഉണ്ട്. അപ്പോ അതില് ഈ ഒരു റൺ എങ്ങനെയെങ്കിലും കടന്നു പോയാൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ, എക്സെപ്റ്റ് ഫോർ നോട്ടിംഗം ഫോറസ്റ്റ് ഒന്ന് വരുന്നുണ്ട്, അതല്ലാണ്ട് ബാക്കിയൊക്കെ നോക്കുകയാണെങ്കിൽ കൺസിഡറബിളി ജയിക്കാൻ പറ്റുന്ന ഗെയിംസ് ആണ്. ഐ തിങ്ക് ബ്രൈറ്റൺ, ലെസ്റ്റർ ഒക്കെയാണ് പിന്നെ വരുന്ന ഗെയിംസ്. സോ ഈ ഗെയിമിൽ ഡ്രോപ്പ് ചെയ്താലും ഐ തിങ്ക് ഗെറ്റ് എ റിസൾട്ട് അഗെയിൻസ്റ്റ് സ്പേഴ്സ്, പിന്നെ ബ്രൈറ്റൺ, യുണൈറ്റഡ്, പാലസ്, ലെസ്റ്റർ, എവർട്ടൺ ഒക്കെയാണ്. അപ്പൊ അതൊക്കെ ജയിക്കാൻ പറ്റുന്ന ഗെയിംസ് ആണ് കമ്പയർഡ് ടു ദിസ് വൺ. ഇതിലെങ്ങനെയെങ്കിലും ഡ്രോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ഹെൽപ്പ് എ ലോട്ട്. സ്പേഴ്സിന് എന്തായാലും ലൈക്ക് ഈ ഒരു സിറ്റുവേഷനിൽ സ്പേഴ്സിനെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് നോ എനിക്ക്. സോ ഞാൻ കണ്ടത് ഇമ്പോർട്ടന്റ് ആണോ വെച്ചാൽ, ഇമ്പോർട്ടന്റ് ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഹെൽപ്പ് എ ലോട്ട്. ഇനിയിപ്പോൾ ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ ദെൻ വി ഹാവ് ടു വിൻ ദി അതർ ഗെയിംസ് എന്നുള്ളൊരു സിറ്റുവേഷൻ. അതാണ് ഞാൻ പറഞ്ഞത്, അത്ര ഒരു ടെൻഷൻ ഇല്ല ഈ ഒരു ഗെയിം. അതെ അതെ. ബട്ട് ടു ബി ഫെയർ, ഇപ്പം ഇത്ര 7 വർഷത്തിൽ 7 വർഷത്തിൽ ട്രോഫിലെസ് ആയിട്ട് അല്ലെങ്കിൽ എന്തേലും ഒരു പോവാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു സീസൺ ആണ്. ബട്ട് ഇറ്റ് ഈസ് ഡ്യൂ ഫോർ, ലൈക്ക് ഡ്യൂ എന്നല്ല, സിറ്റിക്ക് അത് അഫോർഡ് ചെയ്യാം. കാരണം ഇത്രയും സക്സസ് നിൽക്കുന്ന സമയത്ത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ. കമ്പയർ ടു ആർസണൽ, ലിവർപൂൾ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ സിറ്റിക്ക് ആ ഒരു ഡ്രോപ്പ് ഒരു സീസണിൽ വരുന്നത് ലൈക്ക് പറയുന്ന ഈ ഒരു ജാനുവരി വിൻഡോയിൽ തന്നെ ആ ഒരു നെക്സ്റ്റ് സീസണ് വേണ്ടിയുള്ള ആൾക്കാരെ കൊണ്ടുവരുന്നതും ഇതൊക്കെ കാണുമ്പം ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് ഫൈൻ എന്നൊരു തോന്നലാണ്. ബട്ട് ലെറ്റ്സ് കം ടു ലിവർപൂൾ. എന്തെങ്കിലും ആഡ് ചെയ്യണ്ടോ അഭിഷേക് ബ്രോ? അത് എന്നിട്ട് ലിവർപൂളിലോട്ട് പറഞ്ഞൊരു എന്തെങ്കിലും. ഇല്ല, അതന്നെ ഈ സീസൺ ഇനി ഞാൻ ബേസിക്കലി കാണുന്നത് ഒരു പ്രീ സീസൺ പോലെ ഫോർ നെക്സ്റ്റ് സീസൺ, അല്ലെങ്കിൽ ആ ക്ലബ് വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് ഒരു പ്രിപ്പറേഷൻ പോലെ, അല്ലാണ്ട് പ്രത്യേകിച്ച് പിന്നെ FA കപ്പ് ഉണ്ട്, അത് ക്ലൈമറ്റ് ആയിട്ടാണ്. സോ നോക്കാം നമുക്ക് എന്താവും എന്നുള്ള കാര്യം. അവർക്ക് ദേ ക്യാൻ ബീറ്റ് us if they want to. സോ നോക്കാം. ശിവാങ് ബ്രോ, ടൈറ്റിൽ റേസ് കൊഴുപ്പിക്കാൻ നിങ്ങളുടെ ഉദ്ദേശം കൂടുന്നുണ്ടെന്ന് തോന്നുന്നു. അല്ല, കാരണം സംഭവം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫ് ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഫസ്റ്റ് 15 minutes
ആ ഫസ്റ്റ് ഗോൾ ഫ്രം ആസ്റ്റൺ വില്ല, ലൈക്ക് ഫസ്റ്റ് ഗോൾ ഫ്രം സാല, ഇറ്റ് വാസ് എ ഗിഫ്റ്റ് ഫ്രം ഗാർസിയ. അത് കഴിഞ്ഞിട്ട് ജോട്ട ഒരു ചാൻസ് മിസ് ചെയ്തു. ബട്ട് സ്റ്റിൽ നിങ്ങൾ ആ ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഫുൾ അറ്റാക്കിംഗ് മോഡായിരുന്നു. അറ്റാക്ക് ചെയ്യുന്നുണ്ട് അവരും. രണ്ട് ടീമും നോക്കിക്കഴിഞ്ഞാൽ ഡിഫെൻസീവ്ലി അവിടെ ഇവിടെ എന്തൊക്കെയോ വൾണറബിലിറ്റി ഉണ്ടായി. പക്ഷെ അറ്റാക്ക് വൈസ് രണ്ടുപേരും ചെയ്യുന്നുണ്ടായി. സെക്കൻഡ് ഹാഫിൽ ഒരു അപ്പർ ഹാൻഡും ഉണ്ട്. അവർ കുറച്ച് ഡിഫെൻസീവ് മോഡ് പോയോ, അവരുടെ എന്തോ ടാക്ടിക്കൽ ചേഞ്ചസ് അവരെന്തോ പറ്റിയോ നിങ്ങൾക്കുണ്ട്. ക്യാപിറ്റലൈസ് ചെയ്തില്ല ഡാർവിൻ നുനേസിന്റെ ചാൻസ്. അത് 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 സത്യം പറഞ്ഞാൽ അത് ആരും വിശ്വസിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. എല്ലാരും വിചാരിച്ച 3-2 ആയി. ഇറ്റ് വാസ് ഗോയിങ് ഓൺ റൈറ്റ് പാത്ത്. ആ ഡാർവിൻ സിറ്റുവേഷൻ വന്നേ പിന്നെയാണ് എന്താണ് ആ ഒരു ഗെയിം. കാരണം ഇങ്ങനെ ഇനിയിപ്പം ഗെയിംസും കുറെ വരുന്നുണ്ട്. സോ ലിവർപൂളിന്റെ എന്തൊക്കെയാണ് ചേഞ്ചസ്, അല്ലെങ്കിൽ ലിവർപൂളിന്റെ ഹോപ്സ് എന്തൊക്കെയാണ് കറന്റ് സിറ്റുവേഷനിൽ ഓൺ സിറ്റി ഗെയിം ആസ് വെൽ ആസ് ടോട്ടൽ? സിറ്റി, ഞാനത് സിറ്റി ഗെയിം പറയാം. കാര്യം സിറ്റി ഗെയിം മസ്റ്റ് വിൻ ഗെയിമാണ് എന്തായാലും. കാര്യം 2 ഡ്രോ കഴിഞ്ഞിട്ടാണ് വരുന്നത്. എസ്പെഷ്യലി എനിക്ക് തോന്നുന്നത് ആസ്റ്റൺ വില്ല മസ്റ്റ് വിൻ ഗെയിം, വിന്നബിൾ ഗെയിമാണ്, ജയിക്കേണ്ട കളി തന്നെയാണ് ലിവർപൂൾ. പക്ഷെ ഞാൻ പറഞ്ഞില്ല, അത് ഞാൻ കഴിഞ്ഞ ഓർ റൂമിൽ ഇന്നലെ പറഞ്ഞതാണ്. അത് തോക്കാൻ ഒറ്റ കാരണമുള്ളത് ഡാർവിൻ നുനസ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഇത് ഞാനിപ്പോ എനിക്ക് ജസ്റ്റ് ഒരു ഞങ്ങൾ ഫുള്ളം ന്യൂക്കാസിലിന്റെ അടുത്ത് ഡ്രോ ആയി നവംബറിൽ. ബ്രോന് ഓർമ്മയുണ്ടാവും, നിങ്ങൾ വന്നിട്ട് ഞാൻ ഡ്രോ ആയി പോയി 2 കളി. അപ്പോ ആ സമയത്ത് ആ ഒരു ഡിപ്പ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഇപ്പൊ കാണുന്നത്. ഞാനത് ഒരിക്കലും ഒരു ഫോം ഔട്ട് ആയിട്ടോ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ ബോട്ടിൽ എന്നുള്ള രീതി ഞാൻ ഇതുവരെ കാണുന്നില്ല. പക്ഷെ സിറ്റി ഗെയിം മസ്റ്റ് വിൻ ഗെയിമാണ്, അത് എന്തായാലും ജയിച്ചേ പറ്റൂ. അത് എത്തിഹാദ് ആണ് എന്നുള്ളൊരു എക്സ്ക്യൂസ് ലിവർപൂൾ പ്ലേയേഴ്സിന് ഉണ്ടാവണം എന്ന് എനിക്ക് തോന്നുന്നില്ല. എസ്പെഷ്യലി സിറ്റി ഇപ്പൊ ഇങ്ങനത്തെ ഒരു മെഡ്രിഡ് പോലത്തെ ഒരു ഗെയിം തോറ്റിട്ടാണ് വരുന്നത്. അപ്പോൾ അത് മാക്സിമം ക്യാപിറ്റലൈസ് ചെയ്യാന്നുള്ളതാണ്. ആൻഡ് ഇപ്പൊ അവർക്ക് ഇഷ്യൂസ് ഉണ്ട്, മിഡ്ഫീൽഡ് ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് ക്യാപിറ്റലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഈ സിറ്റി ഗെയിം മസ്റ്റ് വിൻ ആണ് എന്തായാലും. അതല്ല, സിറ്റി ഗെയിം മസ്റ്റ് വിൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആസ്റ്റൺ വില്ല ഗെയിം, ഇപ്പൊ ഞാൻ അത് ബോട്ട്ലിംഗ് സിറ്റുവേഷനെ അല്ല പറയുന്നത്, ചെറിയൊരു ഡിപ്പ് ഇൻ ഫോം. അത് ടു ബി ഫെയർ അത് അക്സെപ്റ്റബിൾ ആണ്. എല്ലാവർക്കും ഡിപ്പ് ഇൻ ഫോം എല്ലാ സീസൺ വരും. കാരണം ഇത്ര നാള് സിറ്റി ഒരു ജനുവരി കഴിഞ്ഞിട്ടുള്ള റൺ കൊണ്ടുപോകുന്നത് എല്ലാ ടീമും കൊണ്ടുവരാറില്ല. സത്യം പറഞ്ഞാൽ ദിസ് ഈസ് ലൈക്ക് ആ ഒരു സിറ്റിയുടെ ആ ഒരു ട്രാൻസിഷൻ മാറിയിട്ട് വേറെ ടീമുകൾ തമ്മിൽ ഒരു ടൈറ്റിൽ റേസ് വന്നപ്പോൾ ബാക്ക് ടു നോർമൽ സിറ്റുവേഷൻ, സംതിങ് ഒരു അപ്പർ ലെവലിൽ സിറ്റി കൊണ്ടുവരുന്നുണ്ട്. പണ്ട് ജനുവരി തൊട്ട് അവരുടെ റൺ സെപ്പറേറ്റ് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ആ എക്സ്പെക്ടേഷൻ നമ്മുടെ ഇപ്പം ആർസണലാണ് ലിവർപൂളിനാണ് നമുക്ക് വെക്കാനുള്ള സമയം ആയിട്ടില്ല. അങ്ങനെ റൺ പോവില്ല, ഡിപ്പ് വരും. പക്ഷെ ഇവിടെ വരുന്ന കേസ് എന്ന് പറഞ്ഞാൽ ഇത്രയും നാള് ലിവർപൂൾ സിറ്റി ഒരു ടൈറ്റ് ഗെയിം ആയിരുന്നു, എപ്പോഴും ടൈറ്റ് ഗെയിം, 50-50 ചാൻസ്. പക്ഷെ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഒരു അപ്പർ ഹാൻഡ് ഉണ്ട് ലിവർപൂളിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടൈറ്റിൽ റേസ്. പക്ഷെ അതേ സമയത്ത് ഇത് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിൽ 5 points ഗ്യാപ്പ് ഉണ്ടാവൂലേ ഇപ്പൊ ഡ്രോ ആണ്. പക്ഷെ അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെയാണ് ബ്രോ? ഇപ്പൊ ലെറ്റ്സ് സേ ഡ്രോപ്പ് ആയി കഴിഞ്ഞാൽ എന്താ തോന്നുന്നത്? ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മള് ഈ ഗെയിം കഴിഞ്ഞാൽ ന്യൂക്കാസിലായിട്ടൊരു ഗെയിം ഉണ്ട്. എനിക്കൊന്ന് ന്യൂക്കാസിലായിട്ട് ഗെയിം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സതാംപ്ടൺ, അത് കഴിഞ്ഞ് UCL ഗെയിംസ് ഉണ്ട്, അത് കഴിഞ്ഞ് കർബോ കപ്പ് ഫൈനൽ ഉണ്ട്. ഇതൊക്കെ ഉണ്ട്. ഈ ഗെയിംസിന്റെ ഇടയിൽ ഇനിയും പോയിന്റ് ഡ്രോപ്പ് ചെയ്യും. ഈ സമയത്ത് പോയിന്റ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും ഡ്രോപ്പ് ചെയ്യാൻ പോകുന്ന പോയിന്റ്സിന്റെ കൂടെ അക്യുമുലേറ്റ് ആവേ ഉള്ളൂ. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് ഇപ്പൊ ആകെയുള്ള ഒരു ആശ്വാസം എന്ന് പറയുന്നത് അൺഫോർച്ചുനേറ്റ് ആയിട്ട് ആർസണലിൽ കുറച്ച് ഇഞ്ചുറീസ് വന്നതാണ്. കാര്യം ഇപ്പൊ നിങ്ങൾക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾക്ക്. കാര്യം അറ്റാക്കേഴ്സ് ഇല്ല, അതുകൊണ്ടാണ്. ഞങ്ങളുടെ ഭാഗ്യമാണ് അത്. അല്ലാണ്ട് ആർസണൽ ഒരിക്കലും ഇങ്ങനത്തെ രീതിയിൽ മോശമായിട്ടല്ല. അത് ഞങ്ങൾക്ക് ശരിക്കും ഓവറോൾ ഒരു ലക്കി സീസൺ ആണ് ഒരു പരിധി വരെ. ഒരു 75% അത് സ്ലോട്ടിന്റെ കഴിവാണ് ഇതുവരെ എത്തിയത്. പക്ഷെ ഒരു 25% അടുത്ത് അത് ലക്ക് തന്നെയാണ്. സിറ്റി ഇത്രയും മോശമായിട്ട് കളിക്കുന്നു. അത് ജസ്റ്റ് ടൈറ്റിൽ അടിക്കും, പൊട്ടൻഷ്യൽ ടൈറ്റിൽ വിന്നേഴ്സ് ആണ് എന്ന് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്ന ആർസണലിന് ഇഞ്ചുറീസ് വരുന്നു, ഒരു ഫോമിൽ ഡിപ്പാവുന്നു. അപ്പോൾ ഡിസംബറിൽ സെക്കൻഡ് ഉണ്ടായിരുന്ന ചെൽസി താഴെ പോകുന്നു. ഓവറോൾ നോക്കുമ്പോൾ ഒരു ലക്ക് ഫാക്ടർ എന്തായാലും ഉണ്ട് ലിവർപൂളിന്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ പറയാ, ഇത് സസ്റ്റെയിൻ ചെയ്യാന്നുള്ളതാണ്. ഡിപ്പെൻഡ് ഫോം എന്തായാലും സിറ്റി ജനുവരിയിലൊക്കെ റൺ നടത്തുന്ന പോലെ ഒരു ടീമിന് റൺ നടത്തണേ അത്രയും ക്വാളിറ്റി വേണം സ്ക്വാഡ്. അത്രയും ക്വാളിറ്റി സ്ക്വാഡിന് വേണം. ഇപ്പൊ അവർ ഡ്രോപ്പ് ഓഫ് ആവും കാരണം അത്രയും പിഴിഞ്ഞത് കൊണ്ടാണ് പ്ലേയേഴ്സിന്, അല്ലാണ്ട് പ്ലേയേഴ്സ് മോശമായതെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോ എനിക്ക് തോന്നുന്നത് അത്രയും ക്വാളിറ്റി സ്ക്വാഡിന് ഓഫ് കോഴ്സ് ക്വാളിറ്റി ഉണ്ട് സ്റ്റാർട്ടിംഗ് 11, പക്ഷെ അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അത് ഒരു ഫാക്റ്റ് ആണ്. ആർസണലാണെങ്കിലും ലിവർപൂളിനാണെങ്കിലും സ്റ്റാർട്ടിംഗ് സ്ക്വാഡ് നല്ലതാണ്, പക്ഷെ ബെഞ്ച് സ്ട്രെങ്ത് വളരെ മോശമാണ്. പിന്നെ ഫോം ഔട്ട് ആയിട്ട് കളിക്കുന്ന പ്ലേയേഴ്സ് നിറച്ചിട്ടുണ്ട് രണ്ട് ടീമിൽ. അപ്പോൾ സസ്റ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടാണ് ഇത്. പക്ഷെ എന്താ പറയാ, ഇപ്പൊ ഈ ഒരു ഇത്രയും ലക്ക് നമുക്ക് കയ്യിൽ വന്ന് വീഴുമ്പോൾ അത്
കളഞ്ഞു കുളിക്കുന്നത് ഒട്ടും നല്ലതല്ല എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ എനിക്ക് പക്ഷെ തോന്നുന്നു ബാക്കി ലഹനെക്കാട്ടും കുറച്ചും കൂടെ പറഞ്ഞ ആർനെ സ്ലോട്ടിന്റെ ടീം മാനേജ്മെന്റ് എനിക്ക് അതെ കമ്പയർ ടു ആർസിറ്റി ആണെങ്കിലും വേറെ എന്ത് ടീമിനാണ് ഒരു ഗെയിംസ് അനുസരിച്ച് പ്ലെയേഴ്സിന് റെസ്റ്റ് കൊടുക്കുന്നത്, സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നത് ആർനെ സ്ലോട്ടിന്റെ ഒരു കമന്റബിൾ സിറ്റുവേഷൻ. കാരണം അത്രയും പ്ലെയേഴ്സിന് റെസ്റ്റ് കിട്ടുന്നുണ്ട്, അല്ലെ ക്രൂഷ്യൽ പ്ലെയേഴ്സ് ചില ഗെയിംസിൽ റെസ്റ്റ് കിട്ടുന്ന, അല്ലെങ്കിൽ 65th മിനിറ്റ് കഴിഞ്ഞിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു പ്ലെയറിനെ ഡിപ്പെൻഡന്റ് അല്ലാത്തൊരു സ്റ്റേജ് ആയതുകൊണ്ട് അങ്ങനെ പ്ലെയർ ഇഞ്ചറി കുറവാണ് എന്ന് എനിക്ക് തോന്നി ലിവർപൂളിന്റെ കേസ്. ഇപ്പം അതെ ആർസണലാണെങ്കിൽ ഓവർ ഡിപ്പെൻഡന്റ് ആയി, സാക്കിയിലാണെങ്കിലും ഒഡെഗാർഡിലാണെങ്കിലും ഈ പറയുന്ന സലീബ ഗബ്രില്, ഇപ്പം ഇവരിലൊക്കെ ഇനിയിപ്പോ ഒരാളെയും കൂടെ ഇഞ്ചറി, ഹാവേർട്സ് ആണെങ്കിൽ പോലും ഓവർ ഡിപ്പെൻഡന്റ് ആയിരുന്നു. അതൊക്കെ കാരണം ഇഞ്ചറീസ് ആയി. ഇപ്പം ലെറ്റ്സ് സേ സാക്കയും മാർട്ടിനെല്ലി ഹാവേർട്സും ഉണ്ടായിരുന്നുവെങ്കിൽ, ടീമിൽ സ്ക്വാഡ് ഉണ്ടായിരുന്നുവെങ്കിൽ, ഐ വുഡ് ഹാവ് ബീൻ മോർ കോൺഫിഡന്റ് ഈ ടൈറ്റിൽ റേസ് കുറച്ചും കൂടെ ടൈറ്റ് ആവും എന്ന് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ ടൈറ്റിൽ റേസിൽ കോൺഫിഡന്റ് ആയിട്ട് പറയുമെന്ന് പറഞ്ഞാൽ ഇല്ല. ജസ്റ്റ് ഒരു ചാൻസേ ഉള്ളൂ, പ്രേയിങ് ഫോർ ലിവർപൂൾ ടു ഡ്രോപ്പ് പോയിന്റ്സ് ആൻഡ് പ്ലസ് ആർസണൽ ടു ക്യാപിറ്റലൈസ്. അത് ക്യാപിറ്റലൈസ് ചെയ്യണം. രണ്ട് ഫാക്ടർ ഉണ്ട്. ഇപ്പൊ ലിവർപൂൾ മറ്റേതാണെങ്കിൽ നമുക്ക് സ്ട്രോങ് ടീം ഉണ്ടായിരുന്നെങ്കിൽ ലിവർപൂൾ ഡ്രോപ്പ് ചെയ്താൽ നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യുന്ന ഉറപ്പുണ്ടായി, എല്ലാവരും ഉണ്ടായിരുന്നെങ്കിൽ. അതിപ്പോ ഇല്ല. ഈ ഡ്രോപ്പ് ചെയ്താലും നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യുമെന്നുള്ള ഒരു പ്രശ്നമാണ്. അവിടെയാണ് ഇപ്പം മെയിൻ പ്രശ്നം. അഭിഷേക് ബ്രോ, ഈ ഒരു ടൈറ്റിൽ റേസ് ബ്രോ ഇപ്പോഴും തോന്നുന്നുണ്ടോ ലിവർപൂൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ആർസണൽ എന്തെങ്കിലും ചാൻസ് ഉണ്ടെന്ന് ബ്രോയ്ക്ക് എന്തെങ്കിലും ഇതിനകത്ത് തോന്നുന്നുണ്ടോ? ചാൻസ് ഉണ്ടോ വെച്ചാൽ നമ്മളിപ്പോ ടേബിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വലിയൊരു പോയിന്റ് ഡിഫറൻസ് ഒന്നും ഇപ്പൊ ഇല്ല, ബിക്കോസ് ഓഫ് ലിവർപൂൾ കറന്റ് ഡ്രോപ്പ് ചെയ്തുകൊണ്ട്. പക്ഷെ ആഴ്സണലിന്റെ കാര്യത്തിൽ ഈ ഒരു ഇഞ്ചുറീസ് ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് കോൺഫിഡന്റ് ആയിട്ട് പറയാം ദിസ് ഇസ് സ്റ്റിൽ ഓൺ ഫോർ ആഴ്സണൽ വെരി മച്ച്. പക്ഷേ ഈ ഹാവേർട്സിന്റെ ഇഞ്ചുറീസ് ഇപ്പൊ റീസെന്റ് ഇപ്പോൾ ദുബായിൽ പോയിട്ട് ഇഞ്ചുറി ആയി എന്ന് പറഞ്ഞ സംഭവം, അതുപോലെ സാക്കിന്റെ ആണെന്ന് റിട്ടേൺ ഡേറ്റ് കൺഫേം ആയിട്ടില്ല, മാർട്ടിനെല്ലി പോയി. സോ അതേ അങ്ങനത്തെ ഇഞ്ചുറി ഇഷ്യൂസ് ഉണ്ടാവുന്നത് കൊണ്ട് എനിക്ക് അങ്ങനെ കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റില്ല ആഴ്സണൽ വിൽ ബി ദേ എന്നുള്ള കാര്യം. ഇഫ് ലിവർപൂൾ വിൻ അഗെയിൻസ്റ്റ് സിറ്റി, ഐ തിങ്ക് ദേ വിൽ വിൻ ദ ടൈറ്റിൽ. എനിക്ക് അവിടെ അൺലെസ് ദേ ലൈക് ബോട്ടിൽ ഇറ്റ് മാസീവ്ലി, അങ്ങനെയൊന്നും ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. അത്ര ലെവൽ ഇത്ര നന്നായി കളിച്ച ടീം ആ ഒരു എൻഡ് വരെ പോയിട്ട് അങ്ങനെ ഒരു ലൈക് ഫിനോമിനൽ ബോട്ടിൽ ജോബ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. സോ ഇഫ് ദേ വിൻ അഗെയിൻസ്റ്റ് സിറ്റി, ഓർ അറ്റ്ലീസ്റ്റ് ഇഫ് ദേ ഗെറ്റ് എ ഡ്രോ അഗെയിൻസ്റ്റ് സിറ്റി, ദേ വിൽ വിൻ ദ ടൈറ്റിൽ. സിറ്റി ആയിട്ട് തോറ്റാൽ ദെൻ വി വിൽ സി. ബട്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് തോൽക്കാണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ വിൽ ഈസിലി വിൻ ദ ടൈറ്റിൽ. ബിക്കോസ് ആഴ്സണലിന് ഇപ്പോൾ ശിവാങ്ക് പറഞ്ഞ സസ്റ്റെയിൻ ചെയ്യുക എന്നുള്ള ആ പ്രഷർ സസ്റ്റെയിൻ ചെയ്യാൻ ആഴ്സണലിന് പറ്റുമോ എന്ന് അറിയില്ല. ഇപ്പോൾ ഓൾറെഡി ഇഞ്ചുറീസ് ഉണ്ട്. ഇതിന്റെ ഓൺ ടോപ്പ് വേറെ ഇഞ്ചുറീസ് വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നും ലൈക്ക് വി കാൻ ഡു എനിത്തിങ് അബൌട്ട്, എസ്പെഷ്യലി ബിക്കോസ് ആഴ്സണൽ ഡിഡ്ന്റ് സൈൻ എനിവൺ ഇൻ ജാനുവരി. സോ അത് ചെയ്തിരുന്നുണ്ടെങ്കിൽ ദെൻ ഇറ്റ് കുഡ് ഹാവ് ഹെൽപ്. ഹലോ, ഇപ്പോൾ സ്ട്രൈക്കറിനെ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നത്, നോക്കുവാണെങ്കിൽ ലിവർപൂൾ ആണല്ലോ ആർസണലാണല്ലോ സൈൻ ചെയ്തിട്ടേ ഇല്ല. പക്ഷെ ആർസണലാണ് മോർ അത് ഫോക്കസ് ആവുന്നത്. കാരണം ആർസണൽ ഇത്ര ഇഞ്ചുറീസ് ഉണ്ട്, അവരുടെ പ്ലെയർ മാനേജ്മെന്റ് പക്കയായത് പോയതുകൊണ്ട് അവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് ഇപ്പൊ മനസ്സിലാവില്ല. ലെറ്റ്സ് സേ ഇതിപ്പോ ഹൈപ്പോത്തറ്റിക്കൽ ഞാൻ പറഞ്ഞത്, ഇപ്പൊ മേ ബി ആരെങ്കിലും ഇതല്ല, ഇപ്പൊ ഒരു ഇഞ്ചറി, ഇപ്പൊ സലയ്ക്ക് ഇഞ്ചറി ആണ് ജനുവരിയിൽ വന്നേ, അല്ലെങ്കിൽ വാൻഡൈക്കിനാണ് ഇഞ്ചറി വന്നേരുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ലിവർപൂൾ ഫാൻസിന് ഭയങ്കര ടെൻഷൻ വന്നേനെ, സൈനിങ്സ് ഇല്ല എന്ന് പറഞ്ഞു. അതിപ്പോ ഇല്ലാതായത് കൊണ്ടാണ് അവർക്ക് അതിന്റെ ഇത് മനസ്സിലാത്ത. ഇവിടെ നമുക്ക് ഉണ്ടായിട്ട് പോലും അറിഞ്ഞിട്ട് പോലും സൈൻ ചെയ്യാത്തതിലാണ് ഏറ്റവും കൂടുതൽ ആർസണൽ സൈനിങ്സിൽ ദേഷ്യം വരുന്നത്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞപ്പം സൈനിങ്സ് എന്തായാലും ടച്ച് ചെയ്യുന്നുണ്ട്. ആ ഒരു ഭാഗത്തൂടെ ഒന്ന് പോയിട്ട് പോവാം. ഇപ്പം സിറ്റിയുടെ കുറെ ഇപ്പം മേജർ നിങ്ങളുടെ ട്രോഫി ക്യാബിനറ്റിൽ ഏറ്റവും കൂടുതൽ ട്രോഫീസ് വരുത്താൻ ഹെൽപ്പ് ചെയ്ത കുറെ പ്ലേയേഴ്സ് ലീവ് ചെയ്യുവാണ് എന്ന് ന്യൂസ് കേൾക്കുന്നു. ഡിബ്രോയിന, ബെർണാഡോ സിൽവ, ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് കോർ പ്ലേയേഴ്സ് പോവുക. അപ്പൊ ഈ കോർ പ്ലേയേഴ്സ് പോയി കഴിഞ്ഞാൽ ഫുൾ ഒരു യങ് സ്ക്വാഡിനെ ബിൽഡ് ചെയ്തതാണോ, ആരെങ്കിലും ഒരു പെർട്ടിക്കുലർ പേഴ്സണെ വെച്ചിട്ടാണോ ഇനിയിപ്പം അടുത്ത കോർ ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? പണ്ട് ഡിബ്രോയിനെ ആയിരുന്നല്ലോ, ഇപ്പം ഏതെങ്കിലും ഒരു പ്ലെയറിനെ അങ്ങനെ ഫോക്കസ് ചെയ്തിട്ടാണോ, അല്ലെങ്കിൽ പെപ്പ് പുതിയ ടാക്ടിക്കലി എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടോ? അല്ല, സിറ്റിയിൽ എപ്പോഴെന്ന് പറഞ്ഞാൽ ഈവൻ ബിഫോർ പെപ്പ് ആ ഒരു കോർ എന്ന് പറഞ്ഞ മൾട്ടിപ്പിൾ പ്ലേയേഴ്സ് ആയിരുന്നു. ഇപ്പോൾ പെപ്പിന് മുന്നേ എന്നുണ്ടെങ്കിൽ ഡാവിഡ് സിൽവ, ഡിബ്രോയിൻ വന്നിട്ടേ ഉള്ളൂ. എന്താ യായ ടൂറെ, നാസ്രി, അഗ്വേറോ, ഈ ഒരു കോറായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റുബൻ ഡിയാസ്, ഈ പറഞ്ഞ സ്റ്റോൺസ്, ഡിബ്രോയിൻ, ബെർണാഡോ സിൽവ കൊണ്ടുപോകാനുള്ള കോറായിരുന്നു. ഈ കോറിനെ എടുത്ത് മാറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ വി ഓൾറെഡി ഹാവ് ലൈക്ക് ആ ഒരു നെക്സ്റ്റ് അപ്കമിങ് കോർ അവിടെ ഉണ്ട്. ലൈക്ക് ഹാലൻഡ്, ഗാർഡിയോൾ, ഫോഡൻ, പിന്നെ ആരാണ് മാർമൂഷിനെ വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യും. പിന്നെ ഒരാളെന്ന് ഞാൻ ഡിയാസിനെ ഇൻക്ലൂഡ് ചെയ്യാം. റോഡ്രീസ് ഒബ്വിയസ്ലി. കോർ ഇസ് ഓൾറെഡി ആ കോർ അവിടെ ഉണ്ട്.
വി നീഡ് ടു റീപ്ലേസ് ദിസ് സർട്ടിഫൈഡ് ലൈക്ക് ബോളേഴ്സ് എന്ന് പറഞ്ഞ പ്ലേയേഴ്സ് ഉണ്ടായിരുന്നില്ല. ഈ ബെർണാർഡോ സിൽവയൊക്കെ ആളുടെ പ്രൈമിൽ എന്ന് പറഞ്ഞ ആളൊക്കെ എങ്ങനെ റീപ്ലേസ് ചെയ്യാന്ന് പോലും അതുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആൾ എത്ര കാലം ഇവിടെ സ്റ്റേ ചെയ്യിപ്പിച്ചത്. ഡിബ്രോയിന്റെ കാര്യത്തിൽ ഹൗ ക്യാൻ യു റീപ്ലേസ് someone like De Bruyne? We can't. The thing is, the only thing we can do is like മൾട്ടിപ്പിൾ പ്ലേയേഴ്സിനെ വെച്ചിട്ട് അവരെ റീപ്ലേസ് ചെയ്യുന്നത്. പക്ഷേ ഈ അപ്പൊ ഇന്നലെ റിപ്പോർട്ട് വന്ന പോലെ 7 പ്ലേയേഴ്സ് അല്ലെങ്കിൽ 8 പ്ലേയേഴ്സ് ലൈക്ക് അറ്റ് ദ സെയിം ടൈം അവർ അല്ലെങ്കിൽ ഒരു വിൻഡോയിൽ പോകുന്ന എനിക്ക് തോന്നുന്നില്ല. ഐ തിങ്ക് 5 of them might leave. ഐ തിങ്ക് ദി അതേഴ്സ് വിൽ സ്റ്റേ. പക്ഷേ അതിൽ ഇപ്പോൾ ഗ്രീലിഷ്, അതുപോലെ ഗുണ്ടുഗാൻ, ബെർണാർഡോ, മേബി എഡേഴ്സൺ വിൽ ലീവ്. പക്ഷേ ഐ തിങ്ക് ഡി ബ്രോയിൻ ക്യാൻ സ്റ്റേ വൺ മോർ സീസൺ ഹിയർ. സപ്പോർട്ട് റോൾ ആയിട്ട്. അതെ, എസ്പെഷ്യലി ലൈക്ക് ഈ വേർഡ്സിന്റെ ലിങ്ക്സ് ഒക്കെ വന്നിട്ടുണ്ട്. വേർഡ്സ് വരികയാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഡി ബ്രോയിൻ വിൽ ഗോ. അതല്ലാന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഡി ബ്രോയിൻ വിൽ സ്റ്റേ ഫോർ വൺ മോർ ഇയർ ആൻഡ് ദേ വിൽ സൈൻ സമ്മൺ. അതാണെന്ന് എനിക്കറിയില്ല. 7-8 പ്ലേയേഴ്സ് ഒപ്പം പോയില്ല. ബട്ട് ഐ തിങ്ക് 5 will leave, at least 5, including Walker. 5 will leave. ഓക്കെ ശിവാങ് ബ്രോ, ടൈറ്റിൽ വരുമ്പോഴത്തേക്കും ഇപ്പം എൻ്റെ ഒരു ജസ്റ്റ് ഒരു തോട്ട് ഞാൻ ചോദിക്കുവാണ്. ഇപ്പം ലിവർപൂൾ ലെറ്റ്സ് സേ സിറ്റി ആയിട്ട് ജയിച്ചില്ല അല്ലെ ഡ്രോപ്പ് ചെയ്തു എന്ന് വന്നു കഴിഞ്ഞാൽ റീസെന്റ് ടൈറ്റിൽ റേസ് കുറച്ചും കൂടെ ടൈറ്റ് ആവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PSG ആയിട്ടുള്ള ഗെയിം കമ്പയർ ടു ആർസണൽ PSV, ആർസണൽ എന്തായാലും ടഫാണ് PSV, ഐ എം 100% ഷുവർ. ഗിവിംഗ് ഹോപ്സ് ഫോർ ആർസണൽ എന്നൊരു രീതിയിലാണ് ഞാൻ ചോദിക്കുന്നത്. ലിവർപൂളിനെ ഡിസ്ക്രൈസ് ചെയ്യില്ല, ഹോപ്പ് ഫോർ ആർസണൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡ്രോപ്പ് ചെയ്തു എന്ന് വെച്ചു. PSG ആയിട്ടുള്ള ഗെയിമിലാവുമ്പം പിന്നെയും നിങ്ങൾക്ക് ഗെയിംസ് കൂടുതലല്ലേ വീക്കെൻഡ്സ്, ലൈക്ക് ഇറ്റ് ഈസ് മോർ ഓഫ് എ ഹൈപ്പർ ഗെയിം നോക്കിക്കഴിഞ്ഞാൽ. അല്ലെങ്കിൽ വേറെ രീതി ചോദിക്കണം, PSG ആയിട്ട് നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ ഈസിയർ പാത്ത് ടു ദ ഫൈനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, UCL ഫൈനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അത് നോക്കുന്നത്? ഇല്ല, ഞാൻ പറയും ഇപ്പൊ PSG ആയിട്ട് ജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ക്വാർട്ടർ ഫൈനൽ മാത്രമേ എനിക്ക് തോന്നുന്നു കൺസിഡറബിളി ഈസി ഉള്ളൂ. കാര്യം സെമിയിലോട്ട് വരുമ്പോൾ അത്ലറ്റിക്കോ റയൽ മാഡ്രിഡ് അല്ലെങ്കിൽ ആർസണലിനെ ഫേസ് ചെയ്യണം സെമിയിൽ. അപ്പോൾ സെമി എനിക്ക് തോന്നുന്നു മെയിലാണ്. ഞാനൊരു സംഭവം കണ്ടത്, സെമി ആർസണലിന്റെ കൂടെയാണ്. ആർസണൽ ഇപ്പോൾ സെമിയിലോട്ട് ക്വാളിഫൈ ആവുകയാണെങ്കിൽ 4 days നിങ്ങൾക്ക് ആൻഫീൽഡിലോട്ട് ട്രാവൽ ചെയ്യണം 2 പ്രാവശ്യം. അപ്പോൾ എനിക്കൊന്ന് ഇങ്ങനെയാണ് ഫിക്സേഴ്സ്, ഭയങ്കര കൺജസ്റ്റഡ് ആണ്. ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞില്ലേ, സിറ്റി ഗെയിം കഴിഞ്ഞാൽ പിന്നെ തേഴ്സ്ഡേ ന്യൂകാസിൽ ഗെയിമാണ്, അത് കഴിഞ്ഞാൽ സൺഡേ കണ്ടാണ് സതാംപ്ടൺ. ഇത്രയും ഗെയിംസ് ഉണ്ട്. അപ്പോ PSG അതിന്റെ ഇടയിൽ PSG വരുന്നുണ്ട്, പിന്നെ കർബോ കപ്പ് ഫൈനൽ വരുന്നുണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പോ എനിക്ക് തോന്നുന്നു ആർസണൽ എന്തായാലും ഇനി ഹോപ്സ് ഉണ്ടാവും. കാര്യം നമ്മുടെ ഇനി പോയിന്റ് ഡ്രോപ്പ് ചെയ്യും. നമ്മള് എല്ലാ കളിയും ജയിച്ചു പോകുന്നൊന്നും എനിക്ക് ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ട് തോന്നുന്നില്ല. കാര്യം ചെറിയ ചെറിയ ഇഷ്യൂസ് അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. കാര്യം പ്ലേയേഴ്സ് ടയർഡ് ആവും, സ്പെഷ്യലി ആ മെയിൻ ഏരിയ ഓഫ് ദ പിച്ച്, അതായത് മിഡ്ഫീൽഡ്, അതായത് ഗ്രാംബർഗ്, മക്കാലിസ്റ്റർ, പിന്നെ ഒരു പരിധി വരെ വാൻഡൈക്ക്, സലയ്ക്ക് എപ്പോഴും കളി ജയിപ്പിക്കാൻ പറ്റില്ല. സല എനിക്കൊന്ന് 31 പോയിന്റ്, ഞാൻ വായിച്ചാണ് 31 പോയിന്റ് ആണ് സലയുടെ ഗോൾ കോൺട്രിബ്യൂഷൻ കൊണ്ട് നേടിത്തന്ന ലിവർപൂൾ. സല അത് ചെയ്തില്ലെങ്കിൽ ബോട്ടം ഹാഫിലാണ് ലിവർപൂൾ ടേബിളിന്റെ. അപ്പൊ അതാണ് അങ്ങനത്തെ ഒക്കെ പ്ലേയേഴ്സിന് ചെറിയൊരു ഡിപ്പ് വന്നു കഴിഞ്ഞാൽ തന്നെ ടീം സഫർ ചെയ്യും. അത് നമ്മൾ പണ്ടും ഡിസംബറിന് ശേഷം നമ്മൾ കണ്ടിട്ടുണ്ട്. സല ഡ്രോപ്പ് ഓഫ് ആകുമ്പോൾ അറ്റാക്ക് ഭയങ്കര സ്കാസ് ആണ്, സ്പെഷ്യലി പോസ്റ്റ് ഫെർമീനിയോ മാനെ എറയില് നമ്മൾ കണ്ടിട്ടുണ്ട്. കാര്യം സല ഗോൾ അടിച്ചില്ലെങ്കിലും അതിന്റെ എനിക്ക് തോന്നുന്നൊരു എന്താ പറയാ 2/3 അല്ലെങ്കിൽ ഓൾമോസ്റ്റ് അത്രയും വരെ ഗോള് മാനെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ അത് ഇപ്പൊ അത് ചെയ്യാൻ പ്ലേയേഴ്സ് ഇല്ല. അല്ല, പക്ഷെ സലയുടെ പെർഫോമൻസ് സല ലിവർപൂളിന് കളിച്ചുകൊണ്ടപ്പോൾ സെക്കൻഡ് ഹയസ്റ്റ് പെർഫോമൻസ് ആണ് ഈ സീസൺ കാണിച്ചിരിക്കുന്നത്. 24 ഗോൾസും 14 അസിസ്റ്റും ടീമിന് ചെയ്തിട്ടുണ്ട് ഈ സീസൺ ലിവർപൂളിന് വേണ്ടി. അപ്പം സെക്കൻഡ് ഹയസ്റ്റ് പെർഫോമൻസ് എങ്ങാണ്ടാണ് ഞാൻ സ്റ്റാറ്റ്സ് കണ്ടപ്പോൾ അപ്പം സലയുടെ കോൺട്രിബ്യൂഷൻ വേറെ ലെവലാണ് സത്യം പറഞ്ഞാൽ ഈ സീസണിൽ ലിവർപൂളിന് വേണ്ടി വന്നത്. അപ്പം എന്തായാലും ഹോപ്സ് ആർസണൽ തരുന്നെങ്കിൽ ആർസണലിൽ ഹോപ്പ് വെക്കണമെന്നുണ്ടെങ്കിൽ ആർസണൽ പെർഫോം ചെയ്യണം. അത് ആർസണലിനെ കൊണ്ട് പറ്റുമെന്ന് വെച്ചാൽ ഇപ്പൊ ഇത് പറ്റില്ല. പക്ഷെ ഹോപ്പ് കില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് UCL-ലും പ്രീമിയർ ലീഗും കുറച്ചും കൂടെ ഈസി ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഈ പറയുന്ന 2 ആർസണൽ സിറ്റി അല്ല ലിവർപൂൾ സിറ്റി, ന്യൂകാസിൽ ലിവർപൂൾ, ആ 2 കടമ്പകൾ ലിവർപൂൾ കടന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മച്ച് ഈസിയർ ഫോർ ലിവർപൂൾ ടു ഫോക്കസ് പ്രീമിയർ ലീഗ്. പിന്നെ ചാമ്പ്യൻസ് ലീഗിലും കുറച്ചും കൂടെ ഫോക്കസ് കൊടുക്കാന്ന് എനിക്ക് എന്റെ പേഴ്സണൽ തോട്ട് തോന്നുന്നു. അല്ലേ? അപ്പം അഭിഷേക് ബ്രോ ആ കാര്യത്തിൽ ഇപ്പം സിറ്റി ന്യൂകാസിൽ കഴിഞ്ഞാൽ അവർക്ക് പിന്നെ പ്രീമിയർ ലീഗിൽ കുറച്ച് നാളത്തേക്ക് ഒരു ശാന്തതയുണ്ട്.
ഏപ്രിൽ വരെ കണ്ട് ഭയങ്കര ഇത്തിരി ശാന്തതയുണ്ട്. അപ്പം UCL ഫോക്കസ് ചെയ്യാം. കരബാവ് കപ്പ് ഒരു ഫൈനൽ ഓൾറെഡി അവർക്കുണ്ട്. ഒരു ട്രോഫി ഓൾമോസ്റ്റ് അവിടെ ഇതുണ്ടാവും. അങ്ങനെ എന്താണ്? അല്ല, അത് അവര് ഈ സീസണിൽ അവർക്ക് കിട്ടിയ ലക്ഷറിയാണ്. ലൈക്ക് ഇനീഷ്യലി അവർ അങ്ങനെ നന്നായി പെർഫോം ചെയ്തത് കൊണ്ടാണ് അവർക്ക് ഇപ്പോൾ അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത്. യൂഷ്വൽ സീസൺസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ലൈക്ക് അത് നെക്ക് ആൻഡ് നെക്ക് ടൈറ്റിൽ റേസ് ആയിരിക്കില്ല ഈ ടൈമിലൊക്കെ. 1 പോയിന്റ് 2 പോയിന്റ് ഗ്യാപ്പിലാണ് ഉണ്ടാവുക. സോ അത് അവര് അഫോർഡ് ചെയ്ത ലക്ഷറി കാണുമ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ അത്ര നന്നായി പെർഫോം ചെയ്തത് കൊണ്ട് ലൈക്ക് ഐ തിങ്ക് ഡിസംബർ പീരീഡ് വരെ ലൈക്ക് ലിവർപൂൾ കളിച്ചിരുന്നത് കണ്ടാൽ നമുക്ക് മനസ്സിലായി യു കാൺ ബീറ്റ് ദിസ് സൈഡ് അറ്റ് ഓൾ. എന്ത് ചെയ്താലും യു കാൺ ബീറ്റ് ദിസ് പീപ്പിൾ എന്നുള്ള ഒരു ഇതാണ്. അതിന്റെ ഒരു റിവാർഡ് തന്നെയാണ് ഇത്. സത്യം തന്നെയാണ് ഇപ്പൊ വന്നത്. ഇനിയിപ്പോ ശരിയാണ് PSG ആണ്. അപ്പൊ PSG പോലെ ഒരു വലിയ ഗെയിം വരുമ്പോൾ അതിലോട്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നു. PSG ആ പ്ലേയിങ് വെൽ. ഇന്നലെയും കൂടി ശിവാങ്ക് പറഞ്ഞതാണ് PSG എങ്ങാനും കിട്ടിയ പണിയാണ്. അതേപോലെ തന്നെ അത് കിട്ടുകയും ചെയ്തു. അപ്പൊ അതൊക്കെ നന്നായി കോൺസെൻട്രേറ്റ് ചെയ്യാനും പറ്റും. സോ ഇറ്റ്സ് ഗുഡ് ഫോർ ദം. പക്ഷെ അത് like we always say, overconfident ആവാണ്ടിരുന്ന then again, like if they beat City tomorrow or like day after tomorrow, then that is almost considered. അതെ, ഡേ ആഫ്റ്റർ ടുമോറോ സിറ്റി ആയിട്ട് ഓൾമോസ്റ്റ് അത് ജയിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടീമിനാണല്ലോ ഒരു കോൺഫിഡൻസ് കിട്ടും. ലൈക്ക് പോയിന്റ് ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ബാക്ക് ടു പ്രഷർ ഓൺ ആസ്നൽ. കാരണം ആസ്നൽ പിന്നെയും ഞാൻ പ്രഷർ പറയാൻ കാരണം ആസ്നലാണ് ഇപ്പോൾ ഒരു 1 ഗെയിം ഇൻ ഹാൻഡ് ഉള്ളത് കമ്പയർ ടു ലിവർപൂൾ. നോക്കിക്കഴിഞ്ഞാൽ ലിവർപൂൾ ഹാസ് പ്ലേഡ് 1 ഗെയിം എക്സ്ട്രാ. അപ്പോൾ ഈ ഗെയിം ഇൻ ഹാൻഡ് ഈസ് നോട്ട് ദാറ്റ് ഗ്രേറ്റ്. ഇറ്റ് ഈസ് പോയിന്റ്സ് ഇൻ ഹാൻഡ് ആണ് ബെറ്റർ എന്ന് എല്ലാവരും പറയാറുണ്ട്. അപ്പം ഗെയിം ഇൻ ഹാൻഡ് വെച്ചിട്ട് കാര്യമില്ല. ഇപ്പം ലിവർപൂളിന് ഗെയിം ഇൻ ഹാൻഡ് ഉണ്ട് എന്ന് നമ്മൾ പണ്ടൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എവർട്ടണായിട്ട് അത് ഡ്രോപ്പ് ചെയ്തപ്പോൾ അത് പോയി. അതേ സെയിം സിറ്റുവേഷൻ ആർസണലിലും വരും. പ്ലസ് ഈ പറയുന്ന ആരെവിടെ കളിക്കും എന്നൊരു കോൺഫിഡൻസ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ. ഇപ്പൊ സ്റ്റെർലിങ്ങിന്റെ പെർഫോമൻസ് കണ്ടായിരുന്നല്ലോ ലെസ്റ്ററായിട്ട്. 69 മിനിറ്റ് നെഞ്ചത്ത് കൈവയ്ക്കുന്ന അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ വന്നത്. പിന്നെ മെക്കൽ മെറീനോ, പക്ഷെ അത് 1 ടൈം വണ്ടർ ആവാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു പെർഫോമൻസ് കണ്ടിന്യൂസ് ആയിട്ട് 3 months മെറീനോ ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രതീക്ഷ വയ്ക്കാൻ പറ്റില്ല. കാരണം ഈസ് എ മിഡ്ഫീൽഡർ. ആ സ്ട്രൈക്കർ ഇൻസ്റ്റിങ്ക്റ്റ് എല്ലാ ഗെയിമിലും ഉണ്ടാവുക. ലെസ്റ്ററിനെ പോലെ ഒരു ഏറ്റവും കുറവ് ഡിഫെൻസീവ്ലി ഭയങ്കര വീക്ക് ആയിട്ട് ഒരു ടീം 18th പൊസിഷനോ 17th പൊസിഷനോ കണ്ടല്ലേ അവർ നിൽക്കുന്നത് ടേബിളില്. ബോട്ടം ഹാഫിൽ അവരെന്തായാലും. ആ ഒരു ടീമിനെതിരെ ഒരു മെറീനോ വന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാ ഗെയിമിലും മെറീനോനെ വിശ്വസിക്കാനും പറ്റില്ല. സ്റ്റെർലിങ്ങിന്റെ പെർഫോമൻസ് വെച്ച് സ്റ്റെർലിങ്ങിൽ ഒരു വിശ്വാസം വെക്കാൻ പറ്റില്ല. അൺടിൽ സാക്ക ആൻഡ് മാർട്ടിനെല്ലി കം. ഓൺലി ഹോപ്പ് ഇസ് സാക്ക മാർട്ടിനെല്ലി തിരിച്ചു വരുന്നവരെ ഈ പോയിന്റ് ഡിഫറൻസ് 5 5-ൽ താഴെയോ നിന്ന് കഴിഞ്ഞാൽ ദർ മേ ബി സ്ലൈറ്റ് മോർ ഹോപ്പ് എന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം കുറച്ചും കൂടെ ഹോപ്പ് വെക്കണമെന്നുണ്ടെങ്കിൽ ഈ പോയിന്റ് ഗ്യാപ്പിൽ കൂടുതൽ 5-ൽ കൂടുതൽ പോവുകയും പാടില്ല. അല്ലെ 5-ൽ കുറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സന്തോഷം എന്നൊരു സമാധാനത്തിൽ ആർസണലിന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് ചിന്തിക്കാനുള്ളൂ. ഇറ്റ് ഈസ് സ്റ്റിൽ ഓൺ ലിവർപൂൾ സൈഡ് ആ ടൈറ്റിലാണെങ്കിലും എന്താണെങ്കിലും. ബട്ട് ഇത് മറ്റേ ഒരവസ്ഥയും കൂടെ ആവില്ല. കാരണം ക്വാഡ്രിപ്പിൾ അടിക്കണം, ട്രിപ്പിൾ അടിക്കണം എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ ക്ലോപ്പിൽ പോയിട്ട് ക്ലോപ്പിന്റെ ഒരു സീസണിൽ പോയിട്ട് എല്ലാ ഗെയിംസിലും അവർ ട്രൈ ചെയ്തിട്ട് പോയൊരു സിറ്റുവേഷൻ ആവരുത് എന്നൊരു ഇതും കൂടെ മീൻസ് ആസ് ഒരു ഫുട്ബോൾ ഫാൻ നോക്കുമ്പോൾ നമ്മൾ ഇപ്പം ആർസണൽ ഫാൻ ചിലപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ സന്തോഷമായിരിക്കാം. പക്ഷെ ആസ് എ ഫുട്ബോൾ ഫാൻ എല്ലാത്തിലും ഫോക്കസ് കൊടുത്തിട്ട് മിസ്സാവുന്നതിനെക്കാട്ടും ഭേദം അറ്റ്ലീസ്റ്റ് ലെറ്റ്സ് സേ കരബാവ് ഉറപ്പായി. UCL ഡിപ്പെൻഡ്സ് ഓൺ PSG പെർഫോമൻസ് ലിവർപൂൾ ഡിസൈഡ് ചെയ്യാം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ എന്താണ് ശിവാങ് ബ്രോ ആ ഒരു ഇത് പറയുമ്പോൾ എൻ്റെ ഭാഗം തെറ്റായിരിക്കാം ഞാൻ പറഞ്ഞത്? അല്ല, ശരിയാണ്. അത് വളരെ കറക്റ്റാണ്. കഴിഞ്ഞ സീസൺ തന്നെ ഒരു വലിയ എക്സാമ്പിൾ അല്ലേ. കഴിഞ്ഞ സീസണിൽ ട്രിപ്പിൾ ക്വാഡ്രബിൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നുണ്ട് ആൾക്കാർ ക്ലോപ്പിന്റെ ലാസ്റ്റ് സീസണിൽ. അത് എന്താ പറയാ, അറ്റ്ലാന്റയോട് തോക്കുന്നു, ക്രിസ്റ്റൽ പാലസിനോട് തോന്നുന്നു, എവർട്ടൺ. അതൊരു സീരിയൽ ഡിപ്പാണ്. ഞാൻ പറഞ്ഞില്ലേ, ഏപ്രിൽ മുതൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ അടുത്ത് ഡ്രോ ആയപ്പോ തുടങ്ങിയ കഷ്ടകാലമാണ് കഴിഞ്ഞ സീസണിൽ. അപ്പോ അതേപോലെ എനിക്കറിയില്ല ഇപ്പൊ അങ്ങനെ വരുന്നു എനിക്ക് തോന്നുന്നില്ല. പ്ലേ സ്റ്റൈൽ വൈസ് ആണെങ്കിലും ഇപ്പൊ നമ്മുടെ കറന്റ്ലി നമ്മുടെ ഒപ്പോണൻസ് അവർക്ക് അൺഫോർച്ചുനേറ്റ്ലി ഉണ്ടായ പ്രശ്നങ്ങൾ കാരണം എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ കഴിഞ്ഞ സീസണിൽ അതും ടെറിബിളി പ്രശ്നം വന്നത് അത് ബാക്കിംഗ് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് മാനേജറിന് കഴിഞ്ഞ സീസണിലൊക്കെ. ഈ സീസണിലും അതുണ്ട്. അത് എവിഡന്റ് ആണ്, വളരെ എവിഡന്റ് ആണ്. അത് നമുക്ക് ഓരോ പ്ലേയേഴ്സിന്റെ പെർഫോമൻസ് കണ്ടാൽ മനസ്സിലാവും സീസണിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ സീസൺ പോലെ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മേജർ ഡ്രോപ്പ് ഓഫ് വരികയാണെങ്കിൽ അതെനിക്ക് തോന്നുന്നത്
അതൊരു മോണിമെന്റൽ ഡിപ്പായിരിക്കും. എനിക്ക് തോന്നുന്നു അങ്ങനെയൊന്നും പോകില്ലെന്ന് തന്നെ എനിക്ക് തോന്നുന്നത് ലിവർപൂൾ. പക്ഷെ അത് ഒരിക്കലും എന്തായാലും പോവില്ല. കാരണം ഈ പറയുന്ന 1-2 ഗെയിംസ് അല്ല, വൺസ് ലിവർപൂൾ തോക്കുന്നില്ല, സ്റ്റിൽ ദേ ആർ നോട്ട് ലൂസിങ്. ഇപ്പം ഏത് കളിയാണ് ഡ്രോപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ദേ ആർ ഗെയിനിങ് 1 പോയിന്റ് ആ ഗെയിമിൽ നിന്ന്. ഡ്രോപ്പ് അതെ. ചെയ്യുന്നില്ല. ഇപ്പൊ മറ്റേ 2-1 ഇന്ന് ആസ്റ്റൺ വില്ല ഗെയിമിൽ ടീം ഡീമോട്ടിവേറ്റ് ആവാണ്ട് ട്രൈയിങ് ടു സ്കോർ ഗോൾസ്, അറ്റ്ലീസ്റ്റ് ഒരു പോയിന്റ് കിട്ടിയെന്ന്. 1 പോയിന്റ് ഗെയിൻഡ് എന്ന് ഞാൻ പറയുള്ളൂ ആ ഗെയിമിൽ സത്യം പറഞ്ഞു. കാരണം ആസ്റ്റൺ വില്ല നല്ലപോലെ പെർഫോം ചെയ്യുന്നുണ്ടായി. തോക്കുന്നതിനെക്കാട്ടും ഭേദാ ഗെറ്റിംഗ് 1 പോയിന്റ് എന്നൊരു സിറ്റുവേഷൻ. അതെ. സോ പിന്നെ ആസ്റ്റൺ വില്ല ഗെയിമിൽ ഞാൻ പറഞ്ഞില്ലേ, കൺസിഡറിങ് ആസ്റ്റൺ വില്ലയുടെ 13 ഗെയിം അൺബീറ്റഡ് ആണ് അവർ ഹോമിൽ. അപ്പൊ അതൊക്കെ വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ അതൊരു പ്രിറ്റി ഗുഡ് റിസൾട്ട് ആണ്. ഞാൻ പറഞ്ഞില്ലേ, 1 ഗെയിംഡ് ആണ്, പക്ഷെ അത് ജയിക്കാൻ പറ്റുന്ന കളിയായിരുന്നു. അതാണ് വേറൊരു കാര്യം. പ്ലേറ്റിലായിരുന്നു 2 പോയിന്റ് ബാക്കിയുള്ള 2. പക്ഷെ അത് എനിക്ക് തോന്നുന്നത് ഞാൻ പറയുന്നത് ഏറ്റവും വലിയ ലക്ക് ഫാക്ടർ എന്ന് പറയുന്നത് സിറ്റി പുറകിലില്ലാത്തതാണ്. അതാണ് ഏറ്റവും വലിയ ലക്ക് ഫാക്ടർ. എനിക്കൊന്ന് ദീപക്രൂവിനെ അറിയാം, കഴിഞ്ഞ 2 സീസൺ പോയിന്റ് ചെറിയ ഡിപ്പ് വന്ന് അവർ പുറകെ വരും. അല്ല, ഇതേ പോയിന്റ് ഡിഫറൻസ് ആയിരുന്നു സിറ്റി ആർസണൽ കഴിഞ്ഞ സീസൺ. 7 പോയിന്റ്സ് എങ്ങാണ്ട് ഡിഫറൻസ് ആയിരുന്നു ഓൾറെഡി ഈ സമയത്തും. എന്നിട്ടാണ് അവർ കേറിപ്പോയത്. ലൈക്ക് ആ ഒരു ഡ്രോ വന്നു, ആർസണൽ സിറ്റി ഡ്രോ വന്നു, അവിടെ നിന്ന് പിന്നെ അവർ കേറിപ്പോയി. നമ്മളൊരു ആസ്റ്റൺ വില്ല ഗെയിമും ഡ്രോപ്പ് ചെയ്തു, കഴിഞ്ഞു. അവിടത്തോടെ സിറ്റി കേറി അങ്ങോട്ട് പോയി. തോറ്റൊന്നുമില്ല. ആസ്റ്റൺ വില്ല ക്രിസ്റ്റൽ പാലസുമായിട്ടും തോറ്റില്ല, ലിവർപൂൾ പാലസായിട്ടും ഒരേ ദിവസം ഒരേ ടൈമിൽ. അതെ, ക്രിസ്റ്റൽ പാലസ് കഴിഞ്ഞിട്ട് എവർട്ടന്റെ കൂടെ തോറ്റു ലിവർപൂൾ. അതെ, അതോടെ ഇത് കഴിഞ്ഞു. പക്ഷെ ഇപ്പൊ ഇതാണ്, ഇപ്പം സിറ്റി പുഷ് ചെയ്യുന്ന പോലെ ആ ജനുവരി റണ്ണ് പോലെ ആർസണൽ ചെയ്യാൻ കേപ്പബിൾ അല്ല സത്യം പറഞ്ഞ ഈ ഒരു സിറ്റുവേഷനിൽ. അതാണ് ലിവർപൂളിന്റെ സെക്കൻഡ് അഡ്വാൻറ്റേജ്. ലിവർപൂൾ കളിക്കുന്നത് അഡ്വാൻറ്റേജ് പ്ലസ് അതിന്റെ കൂടെ ഈ ഒരു അഡ്വാൻറ്റേജ് പ്ലസ് സലയുടെ ഫോം. സലയുടെ ഈ ഫോം ആണ് ലിവർപൂളിന്റെ ഒരു മേജർ അഡ്വാൻറ്റേജ് എന്ന് ഞാൻ പറയും. കാരണം സേവിങ് ലിവർപൂൾ ഫ്രം എന്തെങ്കിലും ഡിസാസ്റ്റർ സിറ്റുവേഷനിൽ നിന്ന് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സീസൺ ഈ പറയുന്ന സലയാണ്. എത്രയൊക്കെ ഡാർവിൻ ന്യൂനസ് വന്ന് നോട്ടിംഗമിനെതിരെ 2 ഗോൾ അടിച്ചു, നോട്ടിംഗം അല്ലല്ലോ ബ്രെൻഫോർഡിനെതിരെ 2 ഗോൾ അടിച്ചെന്ന് പറഞ്ഞാലും ദർ ആർ മെനി ഗെയിംസ് അവൻ ജയിപ്പിക്കേണ്ട കളികൾ ജയിപ്പിച്ചിട്ടില്ല. സോ ഡാർവിൻ ന്യൂനസ് മിസ്റ്റേക്ക് ഉണ്ട്. പക്ഷെ ആ കളികൾ പോലും സലയുടെ ഒരു പെർഫോമൻസ് ഉണ്ട്. എല്ലാ ഗെയിമിലും ഒരു സലയിൽ ഒരു 70%. ഇപ്പം നമ്മൾ FPL കളിക്കുവാണെങ്കിൽ തന്നെ സല ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പോയിന്റ്സ് ഉറപ്പാന്നുള്ള സീനാണ്. കഴിഞ്ഞ സീസൺ ഹാലൻഡിനെ ഇട്ട് കഴിഞ്ഞാൽ കിട്ടും, അല്ലെ ആർസണലിൽ നിന്നാണ് സാക്കിനെ ഇട്ട് കഴിഞ്ഞാൽ കിട്ടും എന്ന് പറയുന്ന പോലെ സല വർഷങ്ങളായിട്ട് അത് തന്നെയാണ്. സോ വെൻ ഇറ്റ് കംസ് ടു ആർസണൽ വെസ്റ്റ് ഹാം, എന്താണ് അഭിഷേക് ബ്രോ ആ ഒരു ഗെയിമിനെ പറ്റി, എന്താണ് ആർസണലിന് ഒരു ഡോമിനേറ്റിംഗ് ഗെയിം ആവാൻ ചാൻസ് ഉണ്ടോ, അതോ 1-0 ടു ദ ആർസണൽ, ഓർ ആർസണൽ അവിടെ ഡ്രോപ്പ് ചെയ്യാനുള്ള സിറ്റുവേഷൻ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഹോം ഗെയിം ആണ് ആർസണലിന്റെ. ഇതൊന്നും ലൈക്ക് എസ്പെഷ്യലി ഇഫ് യു ആർ ഗോയിങ് ഫോർ ദ ടൈറ്റിൽ, വെസ്റ്റ് ഹാം ആയിട്ടൊക്കെ ലൈക്ക് ടൈറ്റ് ആയിട്ട് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ മേജർ റെഡ് ഫ്ലാഗ്. കാരണം വെസ്റ്റ് ഹാം എത്രയാണ് ഇപ്പോൾ, ലൈക്ക് ഐ തിങ്ക് ദേ 16th. പക്ഷെ സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു കോമഡി സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ വെസ്റ്റ് ഹാം ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ ആർ അബോവ് യുണൈറ്റഡ്. സോ ഐ വോണ്ട് വെസ്റ്റ് ഹാം. പക്ഷെ കമ്മിങ് ടു ദ പോയിന്റ്, ലൈക്ക് ഇവിടെ നിന്ന് സ്ട്രഗിൾ ചെയ്യാൻ പറ്റില്ല. ലൈക്ക് 16th കിടക്കുന്ന ടീമായിട്ട് ഇഫ് യു ഗോയിങ് ഫോർ ദ ടൈറ്റിൽ യു ഹാവ് ടു വിൻ ബൈ 2 goals or something. ശരിയാണ്, ചില ഗെയിംസ് ഒക്കെ ഗ്രൈൻഡ് ചെയ്യേണ്ടി വരും, പക്ഷെ കറന്റ്ലി വേണ്ടത് ആ ഒരു കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്തെടുക്കുക, അത് മൊമെന്റം ബിൽഡ് ചെയ്തെടുക്കുകയാണല്ലോ. സോ യു ഹാവ് ടു വിൻ ദിസ് ഗെയിം, യു കാൻറ്റ് സ്ട്രഗിൾ ഹിയർ. സോ ഡോമിനേറ്റ് ആയിട്ട് ജയിച്ച എന്നാൽ തന്നെയാണ് ഈ ലിവർപൂളിന് പ്രഷർ തോന്നുന്നത്. അതല്ല നിങ്ങളിപ്പോ കഷ്ടപ്പെട്ടിട്ട് 1-0 ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് വോണ്ട് എഫക്ട് ലിവർപൂൾ അറ്റ് ഓൾ. നേരെ തിരിച്ചിപ്പോ ഇഫ് യു ക്യാൻ വിൻ ലൈക്ക് 3-4-0, അപ്പോൾ ദേ ആർ സ്റ്റിൽ ദേ എന്ന ഒരു ഫീലിംഗ് വരും. അങ്ങനെ ചെയ്യും, അല്ലാണ്ട് യു ഹാവ് ടു വിൻ ദിസ്, യു ഹാവ് ടു വിൻ ദിസ്. ആർസണലിന്റെ പെർസ്പെക്റ്റീവ് പറയുകയാണെങ്കിൽ ഇപ്പൊ ആർസണൽ അത് ഡ്രോപ്പ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവർപൂള് ഡ്രോപ്പ് ചെയ്തില്ല, ലിവർപൂൾ ജയിച്ചെന്ന് പറഞ്ഞാൽ അവർക്ക് ഡബിൾ കോൺഫിഡൻസ് ആയി. ഇനിയിപ്പോൾ ആർസണൽ എന്തായാലും ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യും, നമ്മൾ ഡ്രോപ്പ് ചെയ്താൽ അവരൊരു സമയത്ത് ഡ്രോപ്പ് ചെയ്യുന്നുള്ള കോൺഫിഡൻസ്. ഇപ്പൊ അതേ സമയത്ത് ആർസണൽ പെർസ്പെക്റ്റീവിലാണെങ്കിൽ ജയിച്ചു കഴിഞ്ഞൊരു ഇത് പുഷ് കൊടുത്തു കഴിഞ്ഞാൽ ലിവർപൂളിനൊരു ഞങ്ങൾ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ കയറി പോകാൻ ചാൻസ് ഉണ്ടെന്നുള്ളൊരു പ്രഷർ കൊടുക്കാന്നല്ലാണ്ട് വേറൊന്നുമല്ല. ബട്ട് സ്റ്റിൽ ആർസണൽ ഡ്രോപ്പ് ചെയ്യും എന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ടാവും, ലിവർപൂൾ ഡ്രോപ്പ് ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയും ഇവിടെ രണ്ടുപേർക്കും വെക്കുന്ന ഒരു സിറ്റുവേഷനാണ്. സത്യം പറഞ്ഞാൽ ഈ പറയുന്ന ഡ്രോപ്പിംഗ് പോയിന്റ്സ് ടൈറ്റിൽ റേസ് പോലത്തെ ഒരു സിറ്റുവേഷനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ലിവർപൂളിന് ജയിച്ചാൽ മാത്രം മതി എന്നുള്ള സീൻ. ആർസണലിന്റെ പെർസ്പെക്റ്റീവില് ഹോപ്പിംഗ് ഫോർ ലിവർപൂൾ ടു ഡ്രോപ്പ് മോർ പോയിന്റ്സ് ദാൻ ആർസണൽ ഗെയിനിങ് പോയിന്റ്സ് എന്നുള്ള സീൻ. അപ്പം സോ ഞാൻ സത്യം പറഞ്ഞ ചിന്തിക്കുന്ന ആർസണൽ ഇപ്പൊ എത്ര 89 മിനിറ്റ് അലമ്പ് കളിച്ചാലും
എന്ത് കളിച്ചാലും ഇപ്പം ഭ്രാന്ത് പിടിച്ചിരിക്കുവാണെങ്കിൽ തന്നെ ഒരു ഗോളിന് അടിച്ച് ജയിച്ചാലും ഐ ആം ഹാപ്പി, ദാറ്റ്സ് ഫൈൻ. ജസ്റ്റ് 3 പോയിന്റ്സ് ആണ് ഇപ്പം സത്യം പറഞ്ഞാൽ എന്റെ പെർസ്പെക്റ്റീവിൽ ഇപ്പം കാണേണ്ടുള്ളൂ. കാരണം ഇത്രയും വേഴ്സ് സിറ്റുവേഷനിൽ നിൽക്കുമ്പം 3 പോയിന്റ്സ് ഇസ് ഇമ്പോർട്ടൻറ്റ് മോർ ദാൻ. ഇപ്പം നമ്മളൊരു 4 ദിവസം കഴിഞ്ഞിട്ട് അത് കളിയുടെ നോക്കിക്കഴിഞ്ഞാൽ ആർസെൽ വൺ ജയിച്ചു. എങ്ങനെ ജയിച്ചു? അല്ലെങ്കിൽ ഇപ്പൊ ലെസ്റ്ററിന്റെ കളിയാണെങ്കിലും മെറീനോടെ 2 ഗോൾസേ ഉള്ളൂ. സ്റ്റെർലിങ്ങിന്റെ 70 മിനിറ്റത്തെ ആ ദുരന്തം പെർഫോമൻസിനെ പറ്റി മിണ്ടുന്നതിനെക്കാട്ടും മെറീനോടെ 2 ഗോളിനെ പറ്റി ആൾക്കാർ മിണ്ടുന്നത്. അത്രയും ദുരന്തം സിറ്റുവേഷനിൽ നിന്നും നമ്മൾ നോക്കുമ്പം ജയിച്ചു, 2 പോയിന്റ്സ് ഗെയിൻഡ്, അത്രേ ഉള്ളൂ. അപ്പം അങ്ങനെ ശിവാങ് ബ്രോ, എന്താണ് ആർസണൽ വെസ്റ്റ് ഹാം അതിന്റെ സ്റ്റേക്സ്? കാരണം ആർസണൽ വെസ്റ്റ് ഹാം ആണ് ഫസ്റ്റ് ഗെയിം, ലിവർപൂളിന് പിന്നെയാണുള്ള ഗെയിം. അപ്പം എന്താണ് അതിനെപ്പറ്റി? ഇല്ല, ആർസണൽ പെർസ്പെക്റ്റീവ് എന്നല്ല, അത് നോർമൽ നമ്മൾ ഫുട്ബോൾ കുറെ വർഷമായിട്ട് കാണുന്നതല്ല. ഇപ്പൊ സെക്കൻഡ് നിൽക്കുന്ന ടീം എന്നുള്ള രീതിയിൽ, സെക്കൻഡ് മാത്രമല്ല ചാലഞ്ച് ചെയ്യേണ്ട ഒരു ടീമാണ് ടൈറ്റിൽ. അപ്പോൾ അങ്ങനെ ചാലഞ്ച് ചെയ്യുമ്പോൾ അത് എന്തായാലും മസ്റ്റ് വിൻ ഗെയിമാണ്. സ്പെഷ്യലി വെസ്റ്റ് ഹാം ഇത്രയും മോശം ഫോമിലാണ്. അവിടെ എനിക്ക് തോന്നുന്നു ഡേവിഡ് മോയസ് ആയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഇച്ചിരിയെങ്കിലും എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു വെസ്റ്റ് ഹാമിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഡേവിഡ് മോയസ് അല്ല, പോട്ടറാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് ആർസണൽ ഒരു ഈസി ഫിക്സർ ആയിരിക്കും. എനിക്ക് ആർസണൽ ഗോൾ സ്കോർ ചെയ്യുന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ എനിക്ക്. ഗോൾ സ്കോറിംഗ് ആണ് ഇഷ്യൂ. കാര്യം വെസ്റ്റ് ഹാം അത്യാവശ്യം ഡിഫെൻസിവലി സൗണ്ട് ആണ്. തോക്കില്ലെന്ന് ഉറപ്പാണ് എനിക്ക്. പക്ഷെ അതുകൊണ്ട് പക്ഷെ ഡ്രോ ആവാനും ചാൻസ് ഞാൻ കാണും. പക്ഷെ പൊട്ടൻഷ്യലി നിങ്ങൾ ജയിക്കേണ്ട കളിയാണ്, എന്തായാലും ജയിക്കേണ്ടത്. മസ്റ്റ് വിൻ ഗെയിമാണ് നിങ്ങൾക്ക്. ഒരു അഡ്വാൻറ്റേജ് എക്സ്ട്രാ എന്ന് പറഞ്ഞാൽ പക്കറ്റ് ഇഞ്ചേർഡ് ആയി, സോഫാൽ ഇല്ല, പിന്നെ ആന്റോണി ഓൾറെഡി ഇല്ല എന്നുള്ള സിറ്റുവേഷൻ. പിന്നെ വേറെ ഒരാളും കൂടെ ഉണ്ട്. അവരുടെ മേജർ 3-4 പ്ലേയേഴ്സ് ഇല്ല. അതാണ് ഒരു അഡ്വാൻറ്റേജ് എന്നും പറയാം. വേറെ ഡിസഡ്വാൻറ്റേജ് ഞാൻ ചിന്തിക്കുന്നു പറഞ്ഞാൽ ഇത്രയും പ്ലേയേഴ്സ് ഇല്ലാത്തതുകൊണ്ട് അവർ ലോ ബ്ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ ആർസണൽ ഏറ്റവും വീക്ക് പോയിന്റ് ലോ ബ്ലോക്കാണ്. ആ ലോ ബ്ലോക്കും കൂടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥയിലും ഗോൾ അടിക്കാൻ പറ്റൂല എന്നുള്ള കാര്യം, അവിടെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും രണ്ടും കൂടെ നമുക്ക് കൈ തന്ന ഒരു അവസ്ഥ. സോ ഓൾമോസ്റ്റ് എല്ലാ ബിഗ് ടീംസിന്റെ ഒരു എന്താ പറയുക വീക്ക്നെസ് ആയിട്ടുണ്ട് ഈ ലോ ബ്ലോക്ക്. കുറച്ചു കാലത്തിന് ഞങ്ങളുടെ മാത്രമായിരുന്നു, ഞങ്ങളുടെ അഗെയിൻസ്റ്റ് എല്ലാവരും ലോ ബ്ലോക്ക് ആയിരുന്നു. ഇപ്പൊ ഇത് എല്ലാ ടീമിനും എല്ലാവരും സംസാരിക്കുന്നത് ലോ ബ്ലോക്ക്. ഈവൻ ലൈക്ക് റീസെന്റ് ബയൺ ഫാനോട് സംസാരിച്ചു, അവരും പറഞ്ഞു ലോ ബ്ലോക്കിനോട് കളിക്കാൻ പറ്റും. ബയോടൊക്കെ അത് പറയുന്ന ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. അല്ല, പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഒരു പല ടീമുകളും ഇപ്പം ചെയ്തോണ്ടിരുന്ന പറഞ്ഞാൽ ചിലവർ കൗണ്ടർ അറ്റാക്കിങ് ഉദ്ദേശിച്ച് കളിക്കുമായിരുന്നു. ചിലവര് മിഡ്ഫീൽഡ് കൺട്രോൾ ചെയ്ത് ലോങ് ബോൾസ് പ്രതീക്ഷിച്ച് മാത്രം കളിക്കുന്ന കുറച്ചുണ്ടായി. പിന്നെ ലോ ബ്ലോക്കും ബസ് പാർക്കിങ്, അങ്ങനെ പല പല ടാക്ടിക്കൽസ് ഉണ്ടായി. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ മാനേജേഴ്സും ഫോക്കസ് ചെയ്യുന്ന പ്ലേയിങ് ഫ്രം ദ ബാക്ക്. എല്ലാവരും ആ ഒരു രീതിയിൽ കളിച്ച് ഇപ്പം സിറ്റി ഇൻവേർട്ടഡ് തുടങ്ങി, ആർസൽ അത് ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ ഓരോ ടീമും അതിങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഒരു ടൈപ്പ് ഓഫ് സ്റ്റൈലിൽ ആര് ഏറ്റവും നന്നായിട്ട് കളിക്കുന്നു എന്നുള്ളൊരു സിറ്റുവേഷനിലോട്ട് പോകുന്നുണ്ടോ എന്നൊരു, കാരണം ഡിഫറെന്റ് ടാക്ടിക്കൽ സിറ്റുവേഷൻസ് വരുന്നില്ല. ഇപ്പൊ യുണൈറ്റഡ് ആണെങ്കിലും ആമറോൺ നോക്കിക്കഴിഞ്ഞാൽ പ്ലേയിങ് ഫ്രം ദ ബാക്ക് ആണ്. അവരുടെ പ്ലേയേഴ്സിന് അത് പറ്റാത്തതുകൊണ്ടാണ് ഇപ്പൊ പുള്ളിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ. ഇപ്പൊ ഈ പറയുന്ന ആൻഡ് പോസ്റ്റ്കോഗ്ലും സെയിം സിറ്റുവേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്, പക്ഷെ പറ്റുന്നില്ല അവരെ കൊണ്ടൊക്കെ. അതാണ് മെയിൻ പ്രശ്നം. പിന്നെ ആ അങ്ങേറെ ടാക്ടിക് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും അവസ്ഥയിൽ പുള്ളി എന്താ ഉദ്ദേശിക്കുന്നത് ആൾക്കാരെ അറിയില്ല. പുള്ളി ഈ വന്ന് മീഡിയയിൽ പറയുന്നല്ലാണ്ട് പുള്ളി എന്താണ് ടാക്ടിക്കലി ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല. അതാണ് മെയിൻ പ്രശ്നം. ഇവിടെ ഇപ്പം ജസ്റ്റ് ഒരു ആർസണൽ പെർസ്പെക്റ്റീവിൽ രണ്ടുപേർക്കും ഒരു ചോദ്യം ചോദിക്കും. ഈ ഒരു സീസണിൽ ഇത്ര ഒരു ആർച്ചറ്റയുടെ ഒരു സൈഡ് വെച്ച് ഞാൻ നോക്കുവാണ്, ഡിഫെൻസീവ് സൈഡ് അല്ലെങ്കിൽ ഓഫൻസ് ആയിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്ന ഒപ്പീനിയൻ പറയാം. ആർച്ചറ്റ ഇത്രയും ഇഞ്ചറീസും ഇത്രയും സിറ്റുവേഷൻസ് ഉണ്ടായിട്ട് പോലും ഈ ഒരു സെക്കൻഡ് പൊസിഷനിൽ ഈ ഒരു പോയിന്റ് ഗ്യാപ്പിൽ നിൽക്കുന്നത്, ഈസ് ഇറ്റ് കൺസിഡേർഡ് ഗുഡ് ഫോർ ആർച്ചറ്റ ഓർ ആർസണൽ, ഓർ ഇത്രയും നാള് ചെയ്തതുകൊണ്ട് ഈ ഒരു അവസ്ഥയിൽ വന്ന ആർച്ചറ്റയുടെ മിസ്റ്റേക്ക് ആയിട്ട് വന്നുണ്ട്? രണ്ടുപേരുടെ ഒപ്പീനിയൻ കേൾക്കാൻ ഇതുണ്ട്. സംഭവം ലൈക്ക് ഇപ്പൊ റോൾസ് റിവേഴ്സ് ചെയ്യാൻ ഈ ലിവർപൂളുള്ള സിറ്റുവേഷനിലാണ് ആഴ്സണൽ. അത് കഴിഞ്ഞിട്ട് ആഴ്സണലിന് അവിടെ ഇഞ്ചുറീസ് വന്നു. ദെൻ യു ഡ്രോപ്പ് ദ ലീഗ് എന്ന് പറഞ്ഞാൽ വി ക്യാൻ ഗിവ് ദാറ്റ് എക്സ്ക്യൂസ്. കുറെ ഇഞ്ചുറീസ് വന്നു, വി കുഡന്റ് സസ്റ്റെയിൻ. പക്ഷെ ഈവൻ ബിഫോർ ദാറ്റ് ആഴ്സണൽ അവിടെ ആ ടോപ്പിൽ എത്തിയില്ലല്ലോ. ഇഫ് സിറ്റി ഡ്രോപ്സ് ഓഫ് ആഴ്സണൽ ഷുഡ് ബി ദർ ദിസ് സീസൺ എന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. ലൈക്ക് ദിസ് സീസൺ എന്തായാലും ആഴ്സണൽ ഷുഡ് ബി. പക്ഷെ അത് ആഴ്സണൽ ഉണ്ടായിരുന്നില്ല. അവിടെയാണ് ഈ ആർക്കിടെക്ട് ഇപ്പോൾ കൂടുതൽ ക്രിറ്റിസിസം വന്നുകൊണ്ടിരിക്കുന്നത്. ലൈക്ക് വൈ വേർന്റ് യു ഹിയർ? ഇപ്പൊ സ്ലോട്ടിന്റെ ഫസ്റ്റ് സീസൺ ആണ്, ആള് പ്രീമിയർ ലീഗിൽ നേരെ ഒരു മാച്ച് പോലും കളിച്ചിട്ടില്ല. സോ ആള് വന്നിട്ടാണ് ഇപ്പൊ ഈസി ആയിട്ട് ലൈക്ക് ദേ ആർ ലൈക്ക് 5 points ahead. സോ അവിടെയാണ് നമുക്ക് ആ എക്സ്ക്യൂസ് യൂസ് ചെയ്യാൻ പറ്റാത്തത്. ബിക്കോസ് യു ആർ ലീഡിങ് ആൻഡ് ദെൻ യു ഗോട്ട് ഇഞ്ചുറീസ് ആൻഡ് ദെൻ ഡ്രോപ്പ് ദ ലീഗ്, അണ്ടർസ്റ്റാൻഡബിൾ. എക്സെപ്റ്റ്
accepting അല്ല, you should have made signings. That is one. അതെ. അത് ആർട്ടറ്റയെ ഫുള്ളി ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ എക്സ്ക്യൂസ് യൂസ് ചെയ്യാം. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ യു വേർഡൻ ഈവൻ ക്ലോസ് ടു ലിവർപൂൾ, ലൈക്ക് അതർ ടീംസ് ലൈക്ക് സിറ്റി. ആരാണെങ്കിൽ യു ആർസണൽ ആർ ദ ക്ലോസസ്റ്റ്, ബട്ട് സ്റ്റിൽ യു ആർ ഫാർ അവേ ഫ്രം ലിവർപൂൾ. അതെ. അതുകൊണ്ട് ആ എക്സ്ക്യൂസ് യൂസ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ, കാരണം ആർട്ടറ്റ ഹാസ് ലൈക്ക് കമ്പയർഡ് ടു ലൈക്ക് ലാസ്റ്റ് സീസൺ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഡ്രോപ്പ് ഓഫ് പോലെ തോന്നുന്നില്ല. ലൈക്ക് ലാസ്റ്റ് സീസൺ ആർസണൽ കളിച്ചത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൺസിഡറബിളി വീക്കറാണ് ഈ സീസൺ. അതെ, കഴിഞ്ഞ വർഷത്തെ അതിന് മുന്നത്തെ വർഷത്തെയും ഇഞ്ചറി നോക്കിക്കഴിഞ്ഞാൽ ക്രൂഷ്യൽ സിറ്റുവേഷനിൽ മേജർ 1-2 പ്ലേയേഴ്സിന് ഇഞ്ചറി വന്നു എന്നല്ലാണ്ട് നമുക്ക് ഇഞ്ചറി ഫീൽഡ് സീസൺ അല്ലായിരുന്നു. അതിന്റെ മൊത്തം ചേർത്തുള്ള ഇഞ്ചറീസ് ഈ സീസൺ വന്നു. പക്ഷെ അതൊരു എക്സ്ക്യൂസ് ആയിട്ടല്ല കൺസിഡർ ചെയ്യുന്നത്. കാരണം ഇതൊക്കെ ആർട്ടറ്റ കൺസിഡർ ചെയ്യണമായിരുന്നു ഫ്രം ദ സ്റ്റാർട്ട് ഓഫ് ദ സീസൺ. പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി. പുള്ളിക്ക് അത് ഇല്ലാത്ത ഒരു മേജർ ഇഷ്യൂ ആണ് സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം പ്ലാൻ എ വർക്ക്ഔട്ട് ആവാത്ത കളികളിൽ പ്ലാൻ ബി പുള്ളി ഇനിഷ്യേറ്റ് ചെയ്യാൻ നോക്കാറില്ല. അല്ലെങ്കിൽ പ്ലാൻ ബി എന്താണെന്ന് പല കളികളിലും മനസ്സിലായിട്ടില്ല. ശിവാങ് ബ്രോ എന്താണ് അത് പറയാൻ? എനിക്ക് തോന്നുന്നത് ആർസണൽ പീക്ക് ചെയ്തത് അണ്ടർ ആർട്ടറ്റ 22-23 സീസണിൽ. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. കാര്യം നിങ്ങൾ എക്സ്പെക്ടേ ചെയ്തിട്ടില്ല, നിങ്ങൾ ശരിക്കും ഓവർ പെർഫോം ചെയ്തതാണ് സീസൺ. അതെ അതെ, യു പ്ലേ ദ ബെസ്റ്റ് ഫുട്ബോൾ. എല്ലാ പ്ലേയേഴ്സും എനിക്ക് തോന്നുന്നത് ഗബ്രിയേൽ യെസൂസ് ആണെങ്കിലും, പുള്ളി ഒരു നീ ഇഞ്ചുറി വരുന്ന ഒരു ഗബ്രിയേൽ യെസൂസ് ആണെങ്കിലും, മാർട്ടിനെലി, സാക്ക, ഷാക്ക, ഇവരൊക്കെ ഇവർ വെരി ഗുഡ്. പക്ഷെ ഇപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ സീസണിൽ പോയി, പിന്നെ കഴിഞ്ഞ സീസണിൽ ഒരു പോയിന്റ് പോയിട്ട് സിറ്റിക്ക് ലീഗ് കിട്ടി. അപ്പോഴത്തേക്കും അർട്ടറ്റ ശരിക്കും ഭയങ്കര കൺസർവേറ്റീവ് ആയ പോലെ എനിക്ക് തോന്നിപ്പോയി. കാര്യം എങ്ങനെങ്കിലും ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെങ്കിലും അതൊന്ന് കൊണ്ടുപോയി ഫിനിഷ് ചെയ്താൽ മതി എന്നുള്ള രീതിയായി. നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് നേച്ചറിൽ എസ്പെഷ്യലി ബ്രൈറ്റൺ ഗെയിമാണ് ഏറ്റവും എവിഡന്റ് ഈ സീസണിൽ. സെക്കൻഡ് ഗെയിം നിങ്ങൾ 1-0 നൊനേരി അടിച്ചിട്ട് ജോ പെഡ്രോ വന്ന് പെനൽറ്റി വന്ന് വിൻ ചെയ്ത. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ആ ഗെയിമിലൊക്കെ ഭയങ്കര കംപ്ലേസന്റ് ആണ് ടീം ആസ് എ ഹോൾ. അത് മാനേജർ ഇൻസ്റ്റൽ ചെയ്യുന്ന തന്നെയാണ് കാര്യം. എങ്ങനെങ്കിലും ഒരു പോയിന്റ് കൊണ്ടുപോയാൽ മതി എന്നുള്ളത്. ബ്രൈറ്റൺ ആണ് കളി ജയിക്കാൻ നോക്കുന്നത് ആ ഗെയിമിൽ, ആർസണൽ അല്ല. പക്ഷെ ആ ഗെയിമിനെ കാട്ടും ഞാൻ ക്രൂഷ്യൽ ആയിട്ട് പറയുന്നതാണ്. ആ ഗെയിമിൽ സെക്കൻഡ് ഹാഫിൽ നമുക്കൊരു ഫസ്റ്റ് ഹാഫിൽ അടിക്കേണ്ട ഗോൾസ് ഉണ്ടായി, അടിച്ചില്ല. സെക്കൻഡ് ഹാഫിൽ റെഡ് കാർഡ് കിട്ടി, അത് കാരണം കൺസർവേറ്റീവ് ആയെന്നെങ്കിലും പറയാം. പക്ഷെ അതിലും ഫോക്കസബിൾ പറയുന്നത് ബോൺമൗത്ത് ഗെയിമിലാണ് എനിക്ക് തോന്നിയത്. കാരണം ബോൺമൗത്ത് ഗെയിമിൽ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒരു റെഡ് കാർഡ് കിട്ടിയപ്പം ഒരു സ്ട്രൈക്കറിനെ മാറ്റിയിട്ട് ഡിഫെൻസീവ് റോളിൽ ഒരു പ്ലെയറിനെ കൊണ്ടുവന്ന് ഇനി നമുക്ക് അവരടിക്കരുത്, നമ്മൾ അടിക്കാനൊരു ഇതില്ല എന്നൊരു സിറ്റുവേഷനിൽ പുള്ളി എത്തിച്ചത് ആ ഒരു സിറ്റുവേഷനാണ്. ഗിവ് ഇറ്റ് എ ട്രൈ ചെയ്തിട്ട് പറ്റുന്നില്ല, അവർ ഭയങ്കര പ്രഷർ ഇടുവാണ്. അതിന് മുന്നേ തന്നെ പുള്ളി അത് ഇട്ടതാണ്. അവിടെയാണ് ആ കൺസർവേറ്റീവ് സിറ്റുവേഷൻ എനിക്ക് അപ്പൊ തോന്നിയത്, ഫീൽ ആയത് ഭയങ്കരമായിട്ട്. സ്റ്റെർലിങ്ങിനെ കണ്ട് മാറ്റിയിട്ട് സ്റ്റേർലിങ്ങിനെ മാറ്റിയിട്ട് കിവിയോറിനെ. പക്ഷെ ഇപ്പൊ ചിന്തിക്കുമ്പോ ഇവരുടെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പം അത് ചെയ്തത് കാര്യമാണ്. പക്ഷെ ആ ഒരു സമയത്ത് ചെയ്യാൻ പാടില്ലായിരുന്നു. ആ സമയത്ത് വേറെ എന്തേലും ഒരു പ്ലാൻ ഇട്ടിട്ട് ഒരു ട്രൈ ചെയ്തിട്ടില്ല. അതാണ് പ്രശ്നം വന്നത് എനിക്ക്. അതെ, അപ്പൊ ഇതാണ് അത് മാനേജർ ഇൻസ്റ്റൽ ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ, അത് മാനേജർ അർട്ടറ്റയ്ക്ക് ഒരുമാതിരി ഒരു പേടി പോലെ ആയി. പേടി എന്നല്ല, എന്ന് വെച്ചാൽ ഇങ്ങനെ കളിച്ചാൽ നമ്മള് ഡിഫെൻസീവ്ലി കൂടെ നമ്മളൊന്ന് ഓർഗനൈസ് ചെയ്ത് കളിച്ചാലേ കളി ജയിക്കുള്ളൂ എന്നുള്ളൊരു മെന്റാലിറ്റി പുള്ളിക്ക് വന്നുപോയി. ഡിഫെൻസീവ്ലി ഓർഗനൈസ് ചെയ്യുമ്പോൾ ഡിഫൻസും പ്രോപ്പർ ആവുന്നില്ല, ഗോളും കൺസീഡ് ചെയ്യുന്നുണ്ട്, അറ്റാക്കിൽ കൂടെ ഗോളും വരുന്നില്ല. ഇപ്പോഴാണ് ഇഞ്ചുറീസും ആയി. അപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ അതൊരു മിസ്മാനേജ്മെന്റ് ആണ്, അത്രേ ഉള്ളൂ എനിക്ക് തോന്നുന്നു. പിന്നെ സ്പെഷ്യലി ഇത്രയും പൈസ സ്പെൻഡ് ചെയ്ത് എനിക്ക് തോന്നുന്നു, ഞാൻ മുമ്പ് പറഞ്ഞു, ഫസ്റ്റ് നമ്മുടെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞാണ്, അർട്ടേറ്റ 51 മില്യൺ ഇതുവരെ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ അറ്റാക്കേഴ്സ്. അത് അങ്ങനെ ഒരിക്കലും സിസ്റ്റം വർക്ക് ആവില്ലല്ലോ. ലോട്ട് ഓഫ് സെന്റർ ബാക്സ്, കുറെ സെന്റർ ബാക്സ് കുറെ ഡിഫൻഡേഴ്സിനെ മേടിക്കുന്നു. എന്നിട്ട് അതിനകത്ത് സത്യം പറഞ്ഞാൽ അതിനകത്ത് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന 2 സെന്റർ ബാക്സേ ഉള്ളൂ ഇപ്പോഴും ആ മേടിച്ച പ്ലേയേഴ്സിൽ. ആൻഡ് ടിംബർ പൊട്ടൻഷ്യലി ഒരു ലെഫ്റ്റ് ബാക്ക് ആണ്, ടിംബർ അത് ഒരു ഫുൾ ബാക്ക് ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് കലഫ്യൂറി ഓൺ ആൻഡ് ഓഫ് ആണ്, ഇഞ്ചുറീസ് ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ബെൻ വൈറ്റ് ആണ് സത്യം പറഞ്ഞ ഒരു എക്സ്ട്രാ തേർഡ് ഡിഫെൻസീവ് ഒരു സെന്റർ ബാക്കിന്റെ പേരിൽ ഒരു ബാക്കപ്പ് ആയിട്ടോ അല്ലെങ്കിൽ റൈറ്റ് ബാക്ക് ആയിട്ടോ പുള്ളി ഭയങ്കരമായിട്ട് വിശ്വാസം വെക്കാൻ പറ്റിയ ഇപ്പം കറന്റ് സിറ്റുവേഷനിൽ ഈ പറയുന്ന ബെൻ വൈറ്റ് മാത്രമേ ഉള്ളൂ. കിവിയോർ ഹോപ്പ്ലെസ് ആണ് സത്യം പറഞ്ഞ. ഹോപ്പ്ലെസ് എന്നല്ല, ഈ ക്യാൻ ഡു ജോബ്സ് വെൻ ആർസണൽ ഒരു 3 ഗോളോ എന്തെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ ഒരു ഹോപ്പ് വെച്ചിട്ട് വേണം ഒരെണ്ണം കൺസീഡ് ചെയ്യും എന്നൊരു പ്രതീക്ഷയിൽ നമ്മൾ ആ ഗെയിം വിൻ ചെയ്യുന്നുള്ള സീൻ അല്ലാണ്ട് ഒരു ക്രൂഷ്യൽ ഗെയിമിൽ, അതെ അങ്ങനെ ക്രൂഷ്യൽ ഗെയിമിൽ പ്രതീക്ഷിക്കാൻ പറ്റില്ല. സോ എനിവേ നമുക്ക് ഒരു സ്കോർ പ്രഡിക്ഷൻ ചെയ്തിട്ട് പോവാം. അബി ബ്രോ, എന്താണ് ലിവർപൂൾ സിറ്റി ഹോം ഗെയിമാണ് നിങ്ങളുടെ പ്രഡിക്ഷൻ?
ഹാലൻഡ് തിരിച്ചു വരുമോ? ജസ്റ്റ് ബിഫോർ ദ പ്രഡിക്ഷൻ ഹാലൻഡ് ഉണ്ടാവണം, കളിക്കുന്നുണ്ടാവും. ഹാലൻഡ് ഗോഡിയോള പറഞ്ഞല്ലോ അറിയില്ല എന്നാ പറഞ്ഞത്. ഞാൻ ലേറ്റ് ഫിറ്റ്നസ് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ന്യൂസ് അങ്ങനെ ഉണ്ടായിരുന്നു. എന്തോ വന്നല്ലോ. ആണോ? ഞാൻ അത് കണ്ടില്ല. മാമൂഷ് ആണെന്നുണ്ടെങ്കിൽ തന്നെ ലിവർപൂൾ ആവുന്നുണ്ട്. മാമൂഷിന് ഒറ്റയ്ക്ക് അവിടെ ഇട്ടിട്ട് കാര്യമില്ല. ആൾക്കാരൊന്നും ലൈക്ക് പഠിച്ചു വന്നിട്ടില്ല പുള്ളി എങ്ങനെ കളിക്കണം എന്നുള്ളത്. ഹാലൻ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് എ 2-2 ലിവർപൂൾ. ശിവാങ് ബ്രോ, എന്താണ് ആ ഗെയിമിനെ പറ്റി ബ്രോയിന്റെ ഒരു പ്രഡിക്ഷൻ? 3-1 ലിവർപൂൾ. 3-1 ലിവർപൂൾ. കുറെ എത്തിഹാദിൽ പോയിട്ട് കൂടുതലും ഡ്രോ ആയിരുന്നു. ഇതുവരെ ജയിച്ചിട്ടില്ലല്ലോ. എന്തായാലും നാളെ ജയിച്ചോ. അല്ല, ഞാൻ കഴിഞ്ഞ വീക്കെൻഡ് ഇങ്ങനെ ഒരു വീഡിയോ ആരുമായിട്ട് വീഡിയോ ഇങ്ങനെ ചെയ്തോണ്ടിരുന്നപ്പം അരുൺ ബ്രോ ആയിട്ട് വീഡിയോ ചെയ്തോണ്ടിരുന്നപ്പോ ഇങ്ങനെ പറയുന്നുണ്ടേ, എന്തായാലും സിറ്റി മറ്റേ വീക്കെൻഡ് ഹൈ സ്കോറിങ്ങിലും മർമൂഷിന്റെ ഹാട്രിക്കോ അതായിട്ട് ജയിച്ചു. റയലായിട്ട് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്രതീക്ഷ മാത്രമേ എനിക്കുള്ളൂ. റയലായിട്ട് ജയിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോ ഈ സിറ്റി ലിവർപൂൾ എന്തായാലും ഞാൻ ലിവർപൂളിന് കൊടുത്തേനെ. കാരണം സിറ്റി അവിടെ ഡ്രോപ്പ് ചെയ്യുന്ന ഉറപ്പാ. അല്ല, സിറ്റി ഇപ്പൊ ഉള്ളെന്ന് പറഞ്ഞാൽ റയലായിട്ട് തോറ്റേന്റെ ആ ഒരു പ്രാന്തില് ചിലപ്പം എന്തേലും കാണിച്ചാലുള്ളൂ ഈ കളി. അങ്ങനെയൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അതിനുള്ള ഒരു കഴിവില്ല, ഇപ്പൊ വൈക്കില്ല. എനിവേ, ശിവാങ് ബ്രോ പ്രഡിക്ഷൻ 3-1. എന്റെ ഒരു പ്രഡിക്ഷൻ ആ ഗെയിമിൽ ആസ് എൻ ആർസണൽ ഫാൻ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു അറ്റ്ലീസ്റ്റ് 2-2 ഡ്രോ ലിവർപൂൾ സിറ്റി. ഫുട്ബോൾ ഫാൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ലിവർപൂൾ ഹാസ് അപ്പർ ഹാൻഡ്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ 60-40 ഞാൻ കൊടുക്കുന്നു. ലിവർപൂളിനാണ് ചാൻസ് കൂടുതൽ വിന്നിന്. എന്ത് പറഞ്ഞാലും ലിവർപൂൾ സിറ്റിക്ക് മാക്സിമം എത്തിക്കാൻ പറ്റുന്ന ഡ്രോ ആണ് ആ കളിയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നതിൽ. അതിൽ കൂടുതൽ സിറ്റി വിൻ എക്സ്പെക്ട് ചെയ്തിട്ട് കാര്യമില്ല ആ കളിയിൽ. കാരണം സിറ്റിയുടെ പെർഫോമൻസ് അങ്ങനെ ആയിരിക്കും ഈ സീസണിൽ. ഒരു വേവർലി പെർഫോമൻസ് ആയതുകൊണ്ട് ലിവർപൂളിന്റെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ 60-40 ടു ലിവർപൂൾ. ബട്ട് സ്റ്റിൽ ആസ് എൻ ആർസണൽ ഫാൻ 2-2 ഡ്രോ. അങ്ങനെ. അപ്പൊ ആർസണൽ വെസ്റ്റ് ഹാം ഗെയിമിൽ അബി ബ്രോ എന്താണ്? 3-2 ആർസണൽ. 3-2 ആർസണൽ. ഓക്കെ. ശിവാങ് ബ്രോ? 1-1 ഡ്രോ. 1-1 ഡ്രോ. ഞാൻ 1-1 ഡ്രോ ആയ വെസ്റ്റ് ഹാം മേലേക്ക് പോവാ. എടാ, യുണൈറ്റഡ് ജയിക്കണ്ടേ? എവർട്ടന്റെ കൂടെ. അതാണ് ഞാൻ നോക്കുന്നത്. അപ്പൊ എവർട്ടനായിട്ട് യുണൈറ്റഡ് ജയിക്കണം, അതാണ് പ്രശ്നം ഇവിടെ. അപ്പൊ എനിവേ, ഞാൻ 1-0 പ്രതീക്ഷിക്കുന്നത്. മേ ബി ഒരു 75th 80th മിനിറ്റ് ഗോളോ, അല്ലെങ്കിൽ ഫസ്റ്റ് 14 മിനിറ്റിൽ ഒരു ഗോൾ അടിച്ചിട്ട് പിന്നെ ഫുള്ള് മറ്റേ ഡിഫെൻസീവ് മോഡ് കളിക്കാൻ ചാൻസുള്ളൂ. അതിൽ കൂടുതൽ ഞാൻ ഗോൾസ് പ്രതീക്ഷിക്കുന്നില്ല കളിയിൽ. പ്രതീക്ഷിച്ചിട്ടും കാര്യമില്ല എന്നുള്ള സിറ്റുവേഷൻ ആണ്. സോ എന്തായാലും താങ്ക് യു ബ്രോ ഫോർ ജോയിനിങ്. അബി ബ്രോ, ശിവാങ് ബ്രോ, നമുക്ക് അടുത്ത ആഴ്ച ഒരു ദിവസം ഇരിക്കാം ഇതിനെ പോലെ ഡിസ്കഷന് വേണ്ടി. താങ്ക് യു ഫോർ ജോയിനിങ് ഗൈസ്. ഹാവ് എ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ബ്രോ. അപ്പം ഒരു ആർസണൽ വെസ്റ്റ് ഹാം ആൻഡ് ലിവർപൂൾ സിറ്റി ഒരു മാച്ച് വീക്കെൻഡ് ടോക്കായിരുന്നു. ഇപ്പൊ മാച്ച് വീക്കെൻഡിന് വേണ്ടിയുള്ള ഒരു പ്രിവ്യൂ ടോക്കായിരുന്നു. സോ ഹോപ്പ്ഫുള്ളി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു ദ വീഡിയോ. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നിങ്ങളുടെ ലൈക്സ് ആണ് ഞങ്ങൾക്ക് റീച്ച് കിട്ടാനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ നിങ്ങളുടെ കമൻറ്റ്സ് ആൻഡ് ഇൻറ്ററാക്ഷൻ അത്യാവശ്യമാണ്. സോ ബ്രിങ് ഓൺ യുവർ തോട്ട്സ് അബൌട്ട് വാട്ട് വി ഡിസ്കസ്ഡ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഇൻപുട്സ് കൊടുക്കാനുണ്ടെങ്കിൽ അതിലും പറയാം. സോ താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഹാവ് എ സേഫ് നൈറ്റ്.